ഹായ് മക്കളെ, നമ്മൾ ഇന്ന് +1 ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ മോഷനുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്ററിലെ മുഴുവൻ ടോപ്പിക്കുകളും ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. +1 ഫിസിക്സിലെ മോഷനുമായി ബന്ധപ്പെട്ട ധാരാളം ചാപ്റ്ററുകളിൽ ആദ്യത്തെ ചാപ്റ്ററാണ്. സോ മോഷനുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് ഈ ചാപ്റ്ററിലായിരിക്കും. സോ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്ററിലെ മുഴുവൻ ടോപ്പിക്കുകളും നമ്മൾ ഒറ്റ വീഡിയോയിൽ തീർക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരൊറ്റ വീഡിയോ മാത്രം കാണുമ്പോൾ തന്നെ നമുക്ക് പബ്ലിക് എക്സാമിന് അല്ലെങ്കിൽ നമ്മുടെ ക്വാർട്ടർലി എക്സാമിനൊക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ഏരിയകളിൽ നിന്നുള്ള ചോദ്യങ്ങളും ആൻസർ ചെയ്യാൻ വേണ്ട മുഴുവൻ കാര്യങ്ങളും നമുക്കിതിൽ നിന്ന് ലഭിക്കും. ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് തുടങ്ങാം. ഈ മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ഈ ചാപ്റ്ററിനെ ഞാൻ ഇൻട്രൊഡക്ഷന് ശേഷം 3 ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കും. ആദ്യം നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്റർ പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് മോഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് റെസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി മോഷനെ 3ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെ എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒന്നാമത്തെ ടോപ്പിക്കിലേക്ക് വരാം. ഓക്കെ, സോ നമുക്ക് ആദ്യം എന്താണ് മോഷൻ, എന്താണ് റെസ്റ്റ്, ഇതൊക്കെ ഒന്ന് നോക്കാം. എപ്പോഴാണ് ഒരു ബോഡി മൂവ് ചെയ്യുന്നു എന്ന് പറയുക? നിങ്ങൾ മനസ്സിലാക്കണം, ഈ യൂണിവേഴ്സിൽ മൂവ് ചെയ്യാത്തതായി ഒന്നുമില്ല. എവറിത്തിങ് ഇൻ ദിസ് യൂണിവേഴ്സ് ആർ ഇൻ മോഷൻ. എല്ലാവരും മോഷനില്ല. എങ്ങനെ മനസ്സിലാക്കാം? നോക്കുമ്പോൾ എപ്പോഴാണ് ഒരു ബോഡി മൂവ് ചെയ്യുന്നു എന്ന് പറയുക? നമുക്കറിയാം, ഈ എൻ്റെ കയ്യിലിരിക്കുന്ന പെൻ ഇപ്പോൾ മോഷനില്ല, റെസ്റ്റിലാന്ന് വെച്ചാൽ പൊതുവെ നിങ്ങൾ പറയും ഇപ്പോൾ റെസ്റ്റിലാണെന്ന്. എന്നാൽ ഇപ്പോൾ മോഷനിലാണെന്ന്. എപ്പോഴാണ് മോഷനിലാണെന്ന് പറയുക? ആ ബോഡിയുടെ പൊസിഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ബോഡി മോഷനിലാണെന്ന് പറയും. പൊസിഷൻ മാറുന്നില്ല എങ്കിൽ ആ ബോഡി റെസ്റ്റിലാണെന്ന് പറയും. സിമ്പിളായി. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, ഈ മാർക്കർ ഇപ്പോൾ റെസ്റ്റിലാണെന്ന് നിങ്ങൾ പറയും. പക്ഷേ ഈ മാർക്കറും അത് പിടിച്ചു നിൽക്കുന്ന ഞാനും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും എർത്തിലല്ലേ ഉള്ളത്. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നു, സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു. അപ്പോൾ എർത്തിന് മോഷൻ ഇല്ലേ? ഉണ്ട്. അപ്പോൾ എർത്തിലുള്ള സകലതും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എർത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ എർത്തിനകത്തുള്ള ഈ വസ്തുക്കൾ, ബിൽഡിങ്ങുകൾ, ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ മാർക്കർ, ഇതെല്ലാം റെസ്റ്റിലാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എർത്ത് ദിസ് മാർക്കർ അല്ലെങ്കിൽ നിങ്ങളിരിക്കുന്ന കെട്ടിടം, ഈ ബിൽഡിങ്, ഇതെല്ലാം അറ്റ് റെസ്റ്റാണ്. എന്നാൽ വിത്ത് റെസ്പെക്ട് ടു മൂണാണ്. മൂണിൽ നിന്ന് നോക്കുകയാണെങ്കിലും എർത്തിന് പുറത്തുനിന്ന് വീക്ഷിക്കുമ്പോൾ എർത്തിലുള്ള സകലതും മോഷനിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ യൂണിവേഴ്സിൽ, ഈ പ്രപഞ്ചത്തിൽ എല്ലാം മോഷനിലാണ് എന്ന് പറഞ്ഞത്. ഓക്കെ, എന്തോ ആവട്ടെ, സമയത്തിനനുസരിച്ച് പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ബോഡി മോഷനിലാണെന്ന് പറയും. എന്നാൽ ടൈമിനനുസരിച്ച് പൊസിഷൻ മാറുന്നില്ലെങ്കിൽ ബോഡി റെസ്റ്റിലാണെന്ന് പറയും. നോക്കടാ, മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ് പൊസിഷൻ ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. റെസ്റ്റോ പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, അത്ര മനസ്സിലാക്കുക. അല്ല, മോഷനും റെസ്റ്റോ ഒക്കെ റിലേറ്റ് ചെയ്തുകൊണ്ടേ പറയാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ബസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് കരുതുക. ബസ്സിലൊരു സീറ്റിൽ 2 യാത്രക്കാർ ഇരിക്കുന്നു എന്ന് കരുതുക. ആ ബസ്സിനെ അപേക്ഷിച്ച് യാത്രക്കാർ റെസ്റ്റിലാണ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ദി ബസ് ദ 2 പാസഞ്ചേഴ്സ് ആർ അറ്റ് റെസ്റ്റ്. എന്നാൽ ബസ്സിന് പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ബസ് തന്നെ മോഷനിലാണ്, ബസ്സിലുള്ള യാത്രക്കാരും മോഷനിലാണ്. അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ദെൻ മോഷനെ നമ്മൾ 3ആയി ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് 1 ഡയമെൻഷണൽ മോഷൻ, 2 2 ഡയമെൻഷണൽ മോഷൻ, 3 3 ഡയമെൻഷണൽ മോഷൻ. എന്താണ് 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ? മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. അതാണ് ഈ ചാപ്റ്റർ. മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. എന്താണ് 2 ഡയമെൻഷണൽ മോഷൻ? മോഷൻ ഇൻ എ പ്ലെയിൻ. എന്താണ് 3 ഡയമെൻഷണൽ മോഷൻ? മോഷൻ ഇൻ സ്പേസ്. എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നോക്കട്ടെ, ഈ മാർക്കർ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. കൈ വിട്ടാൽ ഈ മാർക്കർ താഴോട്ട് വീഴും. ഓക്കെ, മാവിൽ നിന്ന് മാങ്ങ വീഴുന്നതും തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്നതും എല്ലാം ഇതുപോലെ. ഈ വീഴ്ചയെ നമ്മൾ ഫ്രീ ഫോൾ എന്നൊക്കെ ഫിസിക്സിൽ പറയും. കുറച്ച് കഴിഞ്ഞ് ഞാൻ പറയും എന്താ ഫ്രീ ഫോൾ എന്നുള്ളത്. ഈ ബോഡി താഴോട്ട് വീഴുന്നത് ഒരു സ്ട്രെയിറ്റ് പാത്തിലാണ്, ഒരേ ലൈനിലാണ്. എപ്പോൾ നോക്കിയാലും ആ ബോഡിയുടെ പൊസിഷൻ ഒരേ ലൈനിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ മോഷനെ പറയും മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഒരു ഉറുമ്പോ ഒരു ഈച്ചയോ ഒരു കാറോ ഒരു ബസ്സോ എന്തുമാകട്ടെ, ട്രെയിൻ ആവട്ടെ, എന്തുമാവട്ടെ, ഒരേ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ സഞ്ചരിക്കുകയാണെങ്കിൽ അപ്പോൾ ആ മോഷനെ 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയും. എന്താണ് 1 ഡയമെൻഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ആ ബോഡി പോകുന്നത്. അപ്പോൾ ആ ബോഡി ഇങ്ങനൊരു ലൈനിലാണ് പോകുന്നതെങ്കിൽ ആ ബോഡിയുടെ ഓരോ സമയത്തെയും പൊസിഷൻ ഞാൻ ഒരു പോയിന്റ് 0 എന്നെടുത്തു, അടുത്തൊരു പോയിന്റ് 1 2, ഇങ്ങോട്ട് -1 -2, ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ റഫറൻസ് ആക്കി 0 എന്നെടുക്കും. എന്നിട്ട് ആ റഫറൻസ് പോയിന്റിന് അപ്പുറത്തേക്കുള്ള പൊസിഷൻ 1 2
ഇപ്പുറത്തേക്ക് -1 -2. ആ ബോഡിയുടെ ഓരോ സമയത്തെയും പൊസിഷൻ നമുക്ക് പറയണമെങ്കിൽ ബോഡി ഇപ്പോൾ ഇവിടെയാണ്, ഏതാ പൊസിഷൻ 1. ബോഡി ഇവിടെയാണ്, ഏതാ പൊസിഷൻ -2. ഒരൊറ്റ അളവ് മതി, ഒരൊറ്റ ആക്സിസ് വരച്ചുകൊണ്ട് ആ ആക്സിസിൽ ഒരൊറ്റ അളവ് ഉപയോഗിച്ചുകൊണ്ട് ആ ബോഡിയുടെ പൊസിഷൻ നമുക്ക് പറയാം. അതാണ് 1 ഡയമെൻഷൻ. ഓക്കെ, സോ 1 ഡയമെൻഷണൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. എക്സാമ്പിൾ, മോഷൻ ഓഫ് എ കാർ ഇൻ എ സ്ട്രെയിറ്റ് റോഡ്. വേറെ ഒരുപാട് എക്സാമ്പിൾ പറയാം. ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ മോഷൻ ബെസ്റ്റ് എക്സാമ്പിളാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇനി അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്ന കാര്യമാണെങ്കിലും മോഷൻ ഇൻ എ പ്ലെയിൻ, അതാണ് 2 ഡയമെൻഷണൽ മോഷൻ. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒരു നിരപ്പായ പ്രതലം എന്നർത്ഥം. ഓക്കെ, പൊങ്ങലും താഴലൊന്നുമില്ലാത്ത ഒരു നിരപ്പായിട്ടുള്ള സർഫസ്. അതുപോലെ ഇപ്പോൾ ക്യാരം ബോർഡ്, ആ ക്യാരം കോയിനുകൾ നമ്മൾ കളിക്കുന്ന സമയത്ത് ആ ബോർഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നു, അതൊരു പ്ലെയിനിലൂടെയാണ്. അതല്ലെങ്കിൽ ഫാനിൻ്റെ ലീഫുകൾ കറങ്ങുന്നു, ക്ലോക്കിലെ സൂചികൾ കറങ്ങുന്നതൊക്കെ ഒരു പ്ലെയിനിലൂടെയാണ്. ഇങ്ങനെയുള്ള എക്സാമ്പിളുകളൊക്കെ 2 ഡയമെൻഷണൽ മോഷന് പറയാവുന്നതാണ്. ഓക്കെ, ദെൻ മൂന്നാമതായി 3 ഡയമെൻഷണൽ മോഷൻ. നമ്മൾ പഠിക്കണില്ല ഡീറ്റെയിൽ ആയി. 3 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ, 2 ഡയമെൻഷണൽ മോഷനിലെ 2 എന്താ സൂചിപ്പിക്കുന്നത് പറയാം. 2 ഡയമെൻഷണൽ മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു ആക്സിസ് പോരാ, എക്സും വൈയും വേണം. എക്സും വൈയും ചേരുമ്പോഴേ ഒരു പ്ലെയിൻ ആവും. അപ്പോൾ 2 ആക്സിസ്, 2 അളവ് വേണം. അതുകൊണ്ടാണ് 2 ഡയമെൻഷൻ. അപ്പോൾ 3 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാലോ, മോഷൻ ഇൻ സ്പേസ്, ഒരു സ്ട്രെയിറ്റ് ലൈനിലുമല്ല, ഒരു പ്ലെയിനിലുമല്ല. പക്ഷികൾ പറന്നു പോകുന്നു, വെള്ളത്തിലൂടെ മീൻ നീന്തിപ്പോകുന്നതും, അതല്ലെങ്കിൽ എന്താ പറയുക, പട്ടം പറക്കുന്നതും, അങ്ങനെ ഗ്യാസ് മോളിക്യൂളുകളുടെ ചലനം, അങ്ങനെ ഒരുപാട് എക്സാമ്പിളുകൾ പറയാം. ഇതെല്ലാം 3 ഡയമെൻഷണൽ മോഷൻ എക്സാമ്പിളാണ്. മോഷൻ ഇൻ സ്പേസ്, അവിടെ 3 ആക്സിസ് വേണം, എക്സും വൈയും സെഡും വേണം. ഓക്കെ, അതാണ് 3 ഡയമെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. എക്സാമിന് ചിലപ്പോൾ ചോദ്യം വന്നേക്കാം, ഒരു മോഷൻ പറയും, ആ മോഷൻ 1 ഡയമെൻഷൻ ആണോ, 2 ഡയമെൻഷൻ ആണോ, 3 ഡയമെൻഷൻ ആണോ? അത് ആ മോഷൻ വായിച്ചാൽ തന്നെ ഈ 3 മോഷൻ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഇൻട്രൊഡക്ഷനായി മോഷൻ എന്താ, റെസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി. 3 ടൈപ്പ് മോഷനുകൾ ഏതൊക്കെയാണെന്ന് ക്ലിയർ ആയെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്തേക്ക് കിടക്കാം. ആദ്യ ഭാഗത്ത് നിങ്ങളെ പഠിപ്പിക്കുന്നത് മോഷനുമായി ബന്ധപ്പെട്ട 5 ടേമുകളാണ്. ആ 5 ടേമുകൾ ഏതൊക്കെ? സത്യത്തിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം ഞാൻ പഠിപ്പിക്കുന്ന ടേംസ് ഒന്നും അത്ര ഡെപ്തിൽ പഠിക്കാനൊന്നുമില്ല. എന്നാലും നിങ്ങൾ ആ 5 ടേമുകളൊന്നും മര്യാദക്ക് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ബാക്കി വരുന്ന ടോപ്പിക്കുകളും ബാക്കിയുള്ള ചാപ്റ്ററുകൾ മോഷനെ പറ്റി പഠിക്കുന്നതും സിമ്പിളായി പഠിക്കാൻ പറ്റും. സോ ആദ്യം ഏതൊക്കെ ടേംസാണ്? ആദ്യത്തെ ടേം നോക്കണം. ആദ്യമായി നിങ്ങളെ പഠിപ്പിക്കുന്ന ടേം എന്ന് പറയുന്നത് 2 എണ്ണം. ഡിസ്റ്റൻസ് ട്രാവൽഡും ഡിസ്പ്ലേസ്മെൻറ്റും. ഓക്കെ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് ആൾസോ നോൺ ആസ് പാത്ത് ലെങ്ത്. പാത്ത് കോമ ലെങ്ത് അല്ല, അത് മിസ്റ്റേക്കാണ്. പാത്ത് ലെങ്ത് ഒറ്റ വേർഡാണ്. മറ്റൊന്ന് ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താണ് ഡിസ്റ്റൻസ് ട്രാവൽഡ്, എന്താ ഡിസ്പ്ലേസ്മെൻറ്റ്? അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് നോക്കാനുണ്ട്? സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ. ദീസ് ആർ ദി 5 ടേംസ് റിലേറ്റഡ് വിത്ത് മോഷൻ. സോ ആദ്യം ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഒന്നുമില്ല, ഒരു ബോഡി ട്രാവൽ ചെയ്യുന്ന ആകെ ദൂരം, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ബോഡി, അതാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ്. എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റോ അങ്ങനെയല്ല, അത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. മനസ്സിലായില്ല? നോക്കാം. ആദ്യം എന്താണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പറ. ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ ബോഡി. ഓക്കെ, എന്നാൽ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഞാൻ ഒറ്റ എക്സാമ്പിൾ പറയാം, നോക്കിക്കോളൂ. ഒരു ബോഡി എ എന്ന പൊസിഷനിൽ നിന്ന് മോഷൻ ആരംഭിച്ചു, നേരെ മേലോട്ട് വെച്ച് പിടിച്ചു, പിന്നെ റൈറ്റിലേക്ക്, അത് കഴിഞ്ഞ് താഴോട്ട്. ഓഹോ, അങ്ങനെയല്ല. ഓക്കെ, ഇവിടുന്ന് നേരെ താഴോട്ട്, ഇവിടെ വന്ന് മോഷൻ അവസാനിപ്പിച്ചു. നോക്കണം, ഈ ദൂരം 3 മീറ്റർ, ഇത് 4 മീറ്റർ, ഇത് 3 മീറ്റർ. ആകെ എത്ര ദൂരം സഞ്ചരിച്ചു? ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് 3 + 4 + 3 10 മീറ്റർ. അതാണ് ഡിസ്റ്റൻസ് ട്രാവൽ. എത്ര ദൂരം സഞ്ചരിച്ചു? 10 മീറ്റർ. 10 മീറ്റർ എങ്ങോട്ട് എന്ന് സ്പെസിഫിക് ആയി പറയാൻ പറ്റില്ല. ആകെ 10 മീറ്റർ ദൂരം സഞ്ചരിച്ചു, മേലോട്ടും അതേപോലെ റൈറ്റിലേക്കും താഴോട്ടും എല്ലാം കൂടി 10 മീറ്റർ. ഓക്കെ, ശരി. നമ്മൾ വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ വാഹനങ്ങളുടെ ആ സ്പീഡോമീറ്ററിൽ നമ്മൾ എത്ര കിലോമീറ്റർ ഓടി എന്ന് കാണിക്കാറുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ആ കിലോമീറ്റർ അത് ഡിസ്റ്റൻസ് ട്രാവൽഡാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങനെയല്ല. ഇനീഷ്യൽ പൊസിഷൻ എ, ഫൈനൽ പൊസിഷൻ ബി. ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും കണക്ട് ചെയ്തുകൊണ്ട് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ ഇതാണ് ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഏറ്റവും ചെറിയ ദൂരം. ആ 2 പൊസിഷനെയും കണക്ട് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ കിട്ടും. അതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. എത്ര ഡിസ്പ്ലേസ്മെൻറ്റ്? ഈ ദൂരം എന്ന് പറഞ്ഞാൽ 4 മീറ്റർ.
ഓക്കെ. സോ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളിനി അതിനെക്കുറിച്ച് പഠിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് എന്താ ഡിസ്റ്റൻസ് ട്രാവൽഡ്, എന്താ ഡിസ്പ്ലേസ്മെൻറ്റ്. ദെൻ ഡിസ്റ്റൻസ് ട്രാവൽഡിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. നിങ്ങൾക്കറിയാം ഡിസ്റ്റൻസ് ട്രാവൽഡിൻ്റെ യൂണിറ്റ് മീറ്റർ, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റും എന്ത് തന്നെ, മീറ്റർ. രണ്ടും ദൂരങ്ങളല്ലേ, ദൂരമാകുമ്പോൾ SI യൂണിറ്റ് മീറ്റർ. ഇനി ഡിസ്റ്റൻസ് ട്രാവൽഡിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡയമെൻഷൻ പഠിച്ചിട്ടില്ലേ, ഡയമെൻഷണൽ സിമ്പൽ രണ്ട് പേർക്കും എന്താണ് പറ, L എന്നാണ് എഴുതുക. ലെങ്ത്തിന് നമ്മൾ L എന്നല്ലേ എഴുതുക, എല്ലാ ഡിസ്റ്റൻസിനെയും നമ്മൾ ഡയമെൻഷൻ എഴുതുമ്പോൾ L. പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമുള്ള എന്താ വെച്ചാൽ ഡിസ്റ്റൻസ് ട്രാവൽഡിന് കൃത്യമായി ഒരു ഡയറക്ഷൻ ഇല്ല, എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റിന് വ്യക്തമായ ഒരു ഡയറക്ഷൻ ഉണ്ട്. ഡയറക്ഷൻ ഉള്ളതുകൊണ്ട് വെക്ടറാണ്, ഡയറക്ഷൻ ഇല്ലാത്തതുകൊണ്ട് സ്കേലർ. എത്രയാണ് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് 10 മീറ്റർ. 10 മീറ്റർ എങ്ങോട്ട് പോയി, 10 മീറ്റർ മേലോട്ട് പോയോ, ഇല്ല. 10 മീറ്റർ റൈറ്റിലേക്ക് പോയോ, ഇല്ല. 10 മീറ്റർ താഴോട്ടാണോ, അതുമല്ല. എല്ലായിടത്തേക്കും കൂടി ആകെ 10 മീറ്റർ. എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങനെയല്ല. എത്ര ഡിസ്പ്ലേസ്മെൻറ്റ്, 4 മീറ്റർ. എങ്ങോട്ട്, എയിൽ നിന്ന് ബിയിലേക്ക്. കൃത്യമായ ഡയറക്ഷൻ ഉണ്ട്, അതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറാണ്. നമ്മൾ പഠിക്കുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മേലോട്ടും റൈറ്റിലേക്കും താഴോട്ടുള്ള മോഷൻ അതൊരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ അല്ല. സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആകുമ്പോൾ ബോഡി ഇതാ ഇങ്ങനെ ഒരു ലൈനിലാണ് സഞ്ചരിക്കുക. അപ്പോൾ ബോഡി ഇതാ എയിൽ നിന്ന് യാത്ര തുടങ്ങി ബിയിലെത്തിയെന്ന് കരുതുക. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ A to B. ഇനി അല്ല, ബിയിൽ നിന്ന് യാത്ര തുടങ്ങി എയിലേക്ക് എത്തിയാൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ B to A. ഡിസ്പ്ലേസ്മെൻറ്റിന് രണ്ട് ഡയറക്ഷനല്ലേ വരൂ, ഒന്നുകിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ലൈനിലാണ് സഞ്ചരിക്കണമെങ്കിൽ ഒന്നുകിൽ ഡിസ്പ്ലേസ്മെൻറ്റ് മേലോട്ട് അല്ലെങ്കിൽ താഴോട്ട്. നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഡിസ്പ്ലേസ്മെൻറ്റ് വരുമ്പോൾ ഇങ്ങനൊരു സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുമ്പോൾ ആ ഡിസ്പ്ലേസ്മെൻറ്റിന് 2 ഡയറക്ഷൻസ് സാധ്യമാണ്. ആ ഡയറക്ഷൻ നോക്കി നമ്മൾ ആ ഡിസ്പ്ലേസ്മെൻറ്റിനെ തിരിച്ചറിയാൻ, അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് വേർതിരിച്ചറിയാൻ റൈറ്റിലേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ പ്ലസ് ആയി കാണിക്കുമ്പോൾ ലെഫ്റ്റിലേക്കുള്ളതിനെ മൈനസ് ആയി കാണിക്കും. മേലോട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് ആയി കാണിക്കുമ്പോൾ താഴോട്ടുള്ളതിന് നമ്മൾ എന്ത് ചെയ്യും, മൈനസ് ആയി കാണിക്കും. പ്ലസ് മൈനസ് സൈൻ കൊടുത്തിട്ട് ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ പറയും. സോ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ആയതുകൊണ്ട് തന്നെ ആ ഡിസ്പ്ലേസ്മെൻറ്റിന് നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ എങ്ങനെ പറയണം, ആ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ പോസിറ്റീവായി പറയും അല്ലെങ്കിൽ നെഗറ്റീവായി പറയും. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് 0യും ആകാം. എങ്ങനെ 0, തുടങ്ങിയ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചെത്തിയെന്ന് വിചാരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് ആ തുടങ്ങിയ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും, 0യും ആയിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക. ഡിസ്റ്റൻസ് ട്രാവൽഡ് സ്കേലാറാണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് എപ്പോഴും എങ്ങനെയേ പറയുള്ളൂ, പോസിറ്റീവായി മാത്രമേ പറയൂ. എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറാണ്, പോസിറ്റീവായി പറയും, നെഗറ്റീവായി പറയും, 0 ആയി. ഓക്കെ, ശ്രദ്ധിക്കുക. നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് പറയുമ്പോൾ ഇനീഷ്യൽ പൊസിഷനെ x1 എന്നും ഫൈനൽ പൊസിഷനെ x2 എന്നും എഴുതാറുണ്ട്. പൊസിഷനെ സൂചിപ്പിക്കാൻ x എന്ന ലെറ്റർ, എക്സ് ആക്സിസ് പൊതുവെ ഇങ്ങനെയല്ലേ വരക്കുക. ഇനീഷ്യൽ നോക്കണം, ഇവിടെ ഞാൻ 0 മാർക്ക് ചെയ്തു, ഇത് 1, ഇത് 2, ഓക്കെ, ഇത് 3, ഇത് 4, ഇത് 5. അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ 2, ഫൈനൽ പൊസിഷൻ 5. അപ്പോൾ എത്രയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, 2ൽ നിന്ന് 5ലേക്ക്. ഇതൊക്കെ ഓരോന്നും ഓരോ മീറ്റർ എന്ന് കരുതിക്കോളൂ. അപ്പോൾ 2ൽ നിന്ന് 5ലേക്ക് പോയാൽ അപ്പോൾ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ്, 3 മീറ്റർ. എങ്ങനെ 3 മീറ്റർ എന്ന് കിട്ടി, 5 - 2 എത്ര ഡിസ്പ്ലേസ്മെൻറ്റ്, 3. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ 1 ഡയമെൻഷണൽ മോഷൻ നമ്മൾ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ എന്ന രീതി ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ വേണ്ടി ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു, ഓക്കെ നോക്കടാ, ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽസ്, ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കാണും, ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. അതിന് നമ്മൾ ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന അർത്ഥത്തിൽ ഡെൽറ്റ എക്സ് എന്ന് എഴുതും, ഡെൽറ്റ എക്സ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഈ ഡിസ്റ്റൻസ് ട്രാവൽഡും ഡിസ്പ്ലേസ്മെൻറ്റും എപ്പോഴെങ്കിലും ഈക്വൽ ആകുമോ? ചിലപ്പോൾ ഈക്വൽ ആവും. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരു ബോഡി സഞ്ചരിക്കുക എന്ന് കരുതുക, ഒരേ ഡയറക്ഷൻ, എയിൽ നിന്ന് ബിയിലേക്ക് സ്ട്രെയിറ്റ് ലൈനിൽ ഒരേ ഡയറക്ഷൻ. എത്രയോ ഡിസ്റ്റൻസ്, ഈ ദൂരം, ഇത് തന്നെയല്ലേ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ചിലപ്പോൾ ഈക്വൽ ആവും. എന്നാൽ നേരത്തെയൊക്കെ കാണിച്ചത് ഓർമ്മല്ലേ, ഡിസ്റ്റൻസ് 10 മീറ്റർ, ഡിസ്പ്ലേസ്മെൻറ്റോ 4 മീറ്റർ. അപ്പോൾ ഡിസ്റ്റൻസ് വലുതായി, ഡിസ്പ്ലേസ്മെൻറ്റ് ചെറുതായി. അപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിൽ നമ്മളൊരു റിലേഷൻ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ചില സമയത്ത് ഈക്വൽ ആവും, ചിലപ്പോൾ ഡിസ്റ്റൻസ് വലുതായിരിക്കും, ഡിസ്പ്ലേസ്മെൻറ്റ് ചെറുതായിരിക്കും. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ട് എടുത്താൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, ഇത് ഇങ്ങോട്ട് എടുക്കും. ഇനി നേരെ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ഡിസ്റ്റൻസ് ആണെങ്കിലോ,
ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഈ റിലേഷൻ ഓർത്ത് വെച്ചോളണം, എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. സോ 2 ടേമുകൾ സെറ്റായി കാണുമെന്ന് വിചാരിക്കുകയാണ്, ഡിസ്റ്റൻസ് ട്രാവൽഡ്, ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് ഓരോ പോയിൻറ്റും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം 2 ടേമുകൾ ക്ലിയർ ആയി കഴിഞ്ഞെങ്കിൽ നമുക്കിനി അടുത്ത 3 ടേമുകൾ നോക്കിയാലോ. ഏതൊക്കെയാണ് 3 ടേമുകൾ? സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ. സത്യത്തിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, നമ്മുടെ സിലബസിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഒന്നും കാര്യമായി പറയുന്നില്ല. അതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു വന്നിട്ടുണ്ടാകും എന്ന് കരുതിയില്ല. പക്ഷേ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ചുകൊണ്ടുള്ള ചില ചോദ്യങ്ങൾ എക്സാമിന് ഇപ്പോഴും വരാറുണ്ട്. അപ്പോൾ അത് ബേസിക്കായി നമ്മൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്, പുസ്തകത്തിലില്ല എന്ന് കരുതി ഒഴിവാക്കരുത്. പിന്നെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഒക്കെ മനസ്സിലായെങ്കിൽ ബാക്കി ടേംസ് ക്ലിയർ ആവുള്ളൂ. ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ടേമിലേക്ക് പോകാം. ഏതൊക്കെ അടുത്ത ടേംസ് പറ? സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ. ഈ 3 ടേമുകളെ സംബന്ധിച്ച് നിർബന്ധമായി നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ ഓരോന്നോരോന്നായി പറയാം. ആദ്യം സ്പീഡ്. എന്താണ് സ്പീഡ് എന്ന് പറഞ്ഞാൽ? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ്, 1 മിനിറ്റ്, 1 അവർ, ഇതിനെ യൂണിറ്റ് ടൈം എന്ന് പറയാം. 1 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം. ഓക്കെ, അപ്പോൾ എന്താ വെലോസിറ്റി എന്താ? സ്പീഡ് എന്താ പറയുക? സ്പീഡ് എന്താ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. അപ്പോൾ വെലോസിറ്റിയോ? ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ യൂണിറ്റ് ടൈം. എന്താ ഡിസ്റ്റൻസ്, എന്താ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞില്ലേ? അപ്പോൾ അതേപോലെ പറ, 1 സെക്കൻഡ് കൊണ്ടുണ്ടായ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ് സ്പീഡ്, എന്നാൽ 1 സെക്കൻഡിലുണ്ടായ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വെലോസിറ്റി. അപ്പോൾ ആക്സിലറേഷനോ? 1 സെക്കൻഡിലുണ്ടായ ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് ആക്സിലറേഷൻ ഉണ്ടാവുക. പറ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം അല്ലെങ്കിൽ 1 സെക്കൻഡ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ യൂണിറ്റ് ടൈം. ഇതോ? ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ യൂണിറ്റ് ടൈം. ഓക്കെ, ഡെഫിനിഷൻ സെറ്റല്ലേ? ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് ഫോർമുല എഴുതി തുടങ്ങാം. ഫോർമുല എഴുതുമ്പോൾ സ്പീഡിൻ്റെ ഇക്വേഷൻ ഞാൻ ഫോർമുലോട്ട് എഴുതുകയാണ്. സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ വെലോസിറ്റിയോ? വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. ആക്സിലറേഷനോ? ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഓക്കെ, ശ്രദ്ധിക്കണേ. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ വെലോസിറ്റി കൂടുതലാകാം, വെലോസിറ്റി കുറയലാകാം. വെലോസിറ്റി കൂടുന്ന സമയത്താണ് നമ്മൾ പൊതുവേ ഭാഷാപരമായി ഏത് വാക്ക് ഉപയോഗിക്കുക? ആക്സിലറേറ്റ് ചെയ്യുക എന്ന് പറയും. വാഹനത്തിൻ്റെ ആക്സിലറേറ്റർ അപ്ലൈ ചെയ്താൽ സ്പീഡ് കൂടുതലല്ലേ? എന്നാൽ വെലോസിറ്റി കുറയുകയാണെങ്കിലോ? വെലോസിറ്റി കുറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് റിട്ടാർഡേഷൻ എന്നാണ്. റിട്ടാർഡേഷൻ. എന്താണ് റിട്ടാർഡേഷൻ എന്ന് വെച്ചാൽ? ഡിഫൈൻ റിട്ടാർഡേഷൻ എന്ന് ചോദ്യം വന്നാൽ എങ്ങനെ എഴുതണം? ഇറ്റ് ഈസ് ദി ഡിക്രീസ് ഇൻ വെലോസിറ്റി ഇൻ യൂണിറ്റ് ടൈം. ഓക്കെ, അങ്ങനെ എഴുതാൻ ശ്രദ്ധിക്കണം. ശരി, ഇനി ആക്സലറേഷൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ ചിലപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ യൂണിറ്റ് ടൈം എന്നതിനെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്നും കേട്ടിട്ടുണ്ടാവും. അങ്ങനെയും പറയാം. അതൊന്നുകൂടി സാഹിത്യ ഭാഷയിൽ പറഞ്ഞു എന്ന് മാത്രം. ശരി, ഫോർമുല എഴുതി കഴിഞ്ഞാൽ നമുക്കിനി യൂണിറ്റ് നോക്കാം. എന്താണ് സ്പീഡിൻ്റെ യൂണിറ്റ്? യൂണിറ്റ് ഡിസ്റ്റൻസ് മീറ്റർ, ടൈം സെക്കൻഡ്. ആ സെക്കൻഡ് മേലോട്ട് എഴുതുമ്പോൾ മീറ്റർ സെക്കൻഡ് റേസ് ടു -1. ഇവിടെയും യൂണിറ്റ് എന്ത് തന്നെ? മീറ്റർ സെക്കൻഡ് റേസ് ടു -1. എന്നാൽ ഇവിടെ യൂണിറ്റ് എന്താണ്? മീറ്റർ സെക്കൻഡ് റേസ് ടു -2, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കാരണം വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ്, പിന്നെ ടൈമും കൂടി വരുമ്പോൾ വേറൊരു സെക്കൻഡ് കൂടി, ആ സെക്കൻഡ് കൂടി ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ മീറ്റർ സെക്കൻഡ് റേസ് ടു -2. പ്രത്യേകം ശ്രദ്ധിക്കണം, സ്പീഡിൻ്റെയും വെലോസിറ്റിയുടെയും യൂണിറ്റ് ചിലപ്പോൾ പ്രോബ്ലങ്ങളിൽ കിലോമീറ്റർ പെർ അവറിൽ തരും. കിലോമീറ്റർ അവർ റേസ് ടു -1. സ്പീഡും വെലോസിറ്റിയും പ്രാക്ടിക്കലി കിലോമീറ്റർ പെർ അവർ എന്നുള്ള യൂണിറ്റിൽ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ പ്രോബ്ലം ചെയ്യുമ്പോൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. എത്ര മീറ്റർ പെർ സെക്കൻഡ്? 5/18 മീറ്റർ പെർ സെക്കൻഡ്. സ്പീഡും വെലോസിറ്റിയും കിലോമീറ്റർ പെർ അവർ തന്നാൽ നമ്മളതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. 5/18 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഡയമെൻഷണൽ ഫോർമുല നോക്കുകയാണെങ്കിൽ സ്പീഡിൻ്റെ ഡയമെൻഷൻ പറ. ഡയമെൻഷൻ LT റേസ് ടു -1. ഇവിടെയും എന്ത് തന്നെ? LT റേസ് ടു -1. L ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും, L ടൈം T. എന്നാൽ ഇവിടെ ഡയമെൻഷണൽ ഫോർമുല LT റേസ് ടു -2. ഓക്കെ, സ്പീഡ് എന്ന് പറയുന്നത് സ്കേലാറാണ്. സ്കേലാർ ആകുമ്പോൾ എപ്പോഴും എങ്ങനെയായിരിക്കും? പോസിറ്റീവായി മാത്രമേ പറയൂ. വെലോസിറ്റി വെക്റ്ററാണ്. വെക്റ്റർ ആകുമ്പോൾ വെലോസിറ്റി പോസിറ്റീവായി പറയും, നെഗറ്റീവായി പറയും. പോസിറ്റീവ് റൈറ്റിലേക്കുള്ള വെലോസിറ്റി, നെഗറ്റീവ് ലെഫ്റ്റിലേക്കുള്ളത്. മേലോട്ടുള്ള വെലോസിറ്റി പോസിറ്റീവ്, താഴോട്ട് നെഗറ്റീവ്. ആക്സിലറേഷനും വെക്റ്ററാണ്. ഓക്കെ, അതുകൊണ്ട് ആക്സിലറേഷനെ നമ്മൾ പോസിറ്റീവായും നെഗറ്റീവായും പറയാറുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനിയൊരു ബോഡി യൂണിഫോം വെലോസിറ്റിയിലാണ് പോകുന്നതെങ്കിലോ? ഒരേ വെലോസിറ്റിയിലാണ് പോകുന്നതെങ്കിൽ വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല. അപ്പോൾ ആക്സിലറേഷൻ 0 ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബേസിക്കായി സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കാം.
ഓക്കെ. ഇനി അതിനുശേഷം നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, സ്പീഡും വെലോസിറ്റിയും ആക്സലറേഷനൊക്കെ നമ്മൾ യൂണിഫോമായും നോൺ യൂണിഫോമായും പറയാറുണ്ട്. രണ്ട് രീതിയിലും കാണപ്പെടാറുണ്ട്. എന്താണ് യൂണിഫോം സ്പീഡ്, എന്താണ് നോൺ യൂണിഫോം സ്പീഡ് ഒന്ന് നോക്കാം. യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരേ സ്പീഡ്, ഒരേ വെലോസിറ്റി, ഒരേ ആക്സലറേഷൻ, അതാണ് യൂണിഫോം. എന്നാൽ വ്യത്യസ്ത സ്പീഡും വെലോസിറ്റിയും ആക്സലറേഷനും ആകുമ്പോൾ നോൺ യൂണിഫോം. പക്ഷെ അങ്ങനെ പഠിച്ചാൽ പോരടാ. എന്താണ് യൂണിഫോം സ്പീഡ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ആ ഡെഫിനിഷൻ പറയാൻ സിമ്പിളായിട്ടൊരു മാർഗം പറയട്ടെ. സിമ്പിളായി യൂണിഫോം സ്പീഡിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് വെച്ചാൽ, സ്പീഡ്, യൂണിഫോം സ്പീഡ്, യൂണിഫോം വെലോസിറ്റി. യൂണിഫോം സ്പീഡ്, യൂണിഫോം വെലോസിറ്റിക്ക് പറയാൻ യൂണിഫോം മോഷൻ എന്നും പറയാറുണ്ട് എക്സാമിന്. അങ്ങനെ ചോദിക്കും, ഡിഫൈൻ യൂണിഫോം മോഷൻ. എന്താ യൂണിഫോം മോഷൻ? നോക്കുക, സിമ്പിളായിട്ട് പഠിക്കാം. ഒരു ബോഡി ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ടൈം കൊണ്ട് സഞ്ചരിച്ചാൽ, മനസ്സിലായില്ല, ആദ്യത്തെ 10 മീറ്റർ ദൂരം 2 സെക്കൻഡ്, അടുത്ത 10 മീറ്ററും 2 സെക്കൻഡ്, അടുത്ത 10 മീറ്ററും 2 സെക്കൻഡ്, ഒരേ ദൂരം 10 10 10 ഒരേ സമയം 2 സെക്കൻഡ് 2 സെക്കൻഡ് 2 സെക്കൻഡ്, ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ടൈം കൊണ്ടാണ് കവർ ചെയ്യുന്നതെങ്കിൽ അയാളുടെ സ്പീഡ് യൂണിഫോം. എങ്ങനെ? ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ടൈം കൊണ്ടാകുമ്പോൾ സ്പീഡ് യൂണിഫോം. ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടൈം കൊണ്ടാണ് കവർ ചെയ്യുന്നതെങ്കിൽ യൂണിഫോം വെലോസിറ്റി. ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഈക്വൽ ടൈം ഇൻ്റർവെലിൽ, അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ. എല്ലാത്തിൻ്റെയും യൂണിഫോം സെറ്റായോ? എന്താണ് യൂണിഫോം സ്പീഡ് പറ? യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് പറ? ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ടൈം ഇൻ്റർവെൽ. അപ്പോൾ ഇവിടെ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയണം? ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ടൈം ഇൻ്റർവെൽ. അപ്പോൾ ഇവിടെ യൂണിഫോം ആക്സിലറേഷൻ, എക്സാമിൻ്റെ ചോദ്യം ഡിഫൈൻ യൂണിഫോം ആക്സിലറേഷൻ. സിമ്പിളായി പഠിക്കുക. എങ്ങനെ പറ? ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഈക്വൽ, ഞാൻ വേഗത്തിൽ എഴുതുകയാണ്, ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ഈക്വൽ ടൈം ഇൻ്റർവെൽ. അപ്പോൾ എല്ലാം യൂണിഫോമായി. നോൺ യൂണിഫോം എന്ന് പറഞ്ഞാൽ വേരിയബിൾ, വ്യത്യസ്ത സ്പീഡ്, ആ രീതിയിൽ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി നോക്കണം, നമ്മൾ ഈ സ്പീഡും വെലോസിറ്റിയും ആക്സലറേഷനും ഒക്കെ ആവറേജായും ഇൻസ്റ്റൻറ്റേനിയസ് ആയും പറയാറുണ്ട്. എപ്പോഴാണ് നമ്മൾ ഈ ആവറേജ് ആയി പറയേണ്ടത്, എപ്പോഴാണ് ഇൻസ്റ്റൻറ്റേനിയസ് ആയി പറയേണ്ടത്? ശ്രദ്ധിക്കുക, ഒരു ബോഡി വ്യത്യസ്ത സ്പീഡിലും നോൺ യൂണിഫോം സ്പീഡ്, നോൺ യൂണിഫോം വെലോസിറ്റി, നോൺ യൂണിഫോം ആക്സിലറേഷനിലാണ് മൂവ് ചെയ്യുന്നത് എന്ന് കരുതുക. അപ്പോൾ ചോദ്യം, മോഷൻ തുടങ്ങിയിട്ട് 2ാമത്തെ സെക്കൻഡ് മുതൽ 10ാമത്തെ സെക്കൻഡ് വരെയുള്ള സ്പീഡ് എത്ര? നമ്മൾ ആവറേജ് സ്പീഡ് എടുത്ത് പറയണം. 8ാമത്തെ സെക്കൻഡ് മുതൽ 15ാമത്തെ സെക്കൻഡ് വരെയുള്ള വെലോസിറ്റി എത്ര? ആവറേജ്. ഓക്കെ. 10ാമത്തെ സെക്കൻഡ് മുതൽ 22ാമത്തെ സെക്കൻഡ് വരെയുള്ള ആക്സിലറേഷൻ എത്ര? ആവറേജ് എടുത്ത് പറയണം. ഓക്കെ. എങ്ങനെയാണ് ആവറേജ് കാണുന്നത്? സിമ്പിളായി പഠിക്കുക, നോക്കൂ. ആവറേജ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ, ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അപ്പോൾ ആവറേജ് വെലോസിറ്റിയോ? ആവറേജ് സ്പീഡൊന്നും ഇപ്പോൾ പുസ്തകത്തിൽ ഇല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. ആവറേജ് വെലോസിറ്റി അപ്പോൾ എങ്ങനെ കാണാം? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അപ്പോൾ ആവറേജ് ആക്സിലറേഷൻ എങ്ങനെ കാണൂടാ? ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. സിമ്പിളായി ആവറേജിൻ്റെ ഫോർമുല പഠിച്ചു. ഓക്കെ, ടോട്ടൽ ടൈം അത്ര മതി. ആവറേജ് വെലോസിറ്റി എഴുതുമ്പോൾ VAVG മാത്തമാറ്റിക്കലി ഡിസ്പ്ലേസ്മെൻറ്റിനെ x2 മൈനസ് x1, ടൈമിനെ T2 മൈനസ് T1 എന്ന് എഴുതാം. ഡെൽറ്റ എക്സ് എന്ന് എഴുതാം, ഇതിനെ ഡെൽറ്റ ടി എന്ന് എഴുതും. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ആവറേജ് ആക്സിലറേഷൻ എഴുതുമ്പോൾ AAVG ഈക്വൽസ് ചേഞ്ച് ഇൻ വെലോസിറ്റി V2 മൈനസ് V1 ബൈ T2 മൈനസ് T1, അല്ലെങ്കിൽ ഡെൽറ്റ V ബൈ ഡെൽറ്റ ടി. V2 എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, V1 ഇനീഷ്യൽ വെലോസിറ്റി. പക്ഷേ സിമ്പിളായി നമ്മൾ ആക്സിലറേഷൻ കാണുമ്പോൾ എങ്ങനെ എഴുതാറുണ്ട്? ഫൈനൽ വെലോസിറ്റി V എന്ന് എഴുതും, ഇനീഷ്യൽ വെലോസിറ്റിയെ U എന്ന് എഴുതും, അതിനു വേണ്ടി എടുത്ത ടോട്ടൽ ടൈമിനെ T, ആ രീതിയിൽ സിമ്പിളായിട്ട് എഴുതും. ഓക്കെ, V മൈനസ് U ബൈ T. അപ്പോൾ ആവറേജ് സെറ്റായി. ഇനി ലാസ്റ്റ് ഇൻസ്റ്റൻറ്റേനിയസ്. വാഹനങ്ങളുടെ സ്പീഡോമീറ്റർ കണ്ടിട്ടില്ലേ? ഓരോ ഇൻസ്റ്റൻറ്റിലും ഓരോ സമയത്തും ആ വാഹനത്തിൻ്റെ സ്പീഡല്ലേ അത് കാണിക്കുന്നത്. അപ്പോൾ ഓരോ ഇൻസ്റ്റൻറ്റിലും ഉണ്ടാകുന്ന സ്പീഡിനെ പറയുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. ഓരോ ഇൻസ്റ്റൻറ്റിലും ഉണ്ടാകുന്ന വെലോസിറ്റി അത് 8ാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി, 10ാമത്തെ സെക്കൻഡിലെ ആക്സിലറേഷൻ, അതാണ് ഇൻസ്റ്റൻറ്റേനിയസ്. ആവറേജ് അങ്ങനെയല്ല, 8ാമത്തെ സെക്കൻഡ് മുതൽ 12ാമത്തെ സെക്കൻഡ് വരെയുള്ളത് ആവറേജ്. എന്നാൽ 10ാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി ഇൻസ്റ്റൻറ്റേനിയസ്. ഓക്കെ, അപ്പോൾ ഓരോ ഇൻസ്റ്റൻറ്റിലും ഉണ്ടാകുന്ന സ്പീഡിനെ നമുക്ക് എന്ത് പറയാം? ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. ഓരോ ഇൻസ്റ്റൻറ്റിലും ഉണ്ടാകുന്ന വെലോസിറ്റിയെ
ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, ഓരോ ഇൻസ്റ്റൻറ്റിലും ഉണ്ടാകുന്ന ആക്സിലറേഷൻ, ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി മാത്തമാറ്റിക്കലി എഴുതുമ്പോൾ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്നത് ഡി എക്സ് ബൈ ഡി ടി എന്നെഴുതും. ഡി ഫോർ ഡെറിവേറ്റീവ്, ഡി എക്സ് ബൈ ഡി ടി. അതായത് ഈ ഡെൽറ്റ ടി എന്ന് പറയുന്ന ടൈം ഞാൻ നേരത്തെ പറഞ്ഞു 8ാമത്തെ സെക്കൻഡ് മുതൽ 12ാമത്തെ സെക്കൻഡ് വരെ എന്ന് പറഞ്ഞാൽ ആ 12 - 8 ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 4ആണ്. എന്നാൽ ഇവിടെ ആ ഡെൽറ്റ ടി എന്ന് പറയുന്നത് 4 സെക്കൻഡ്. ആ 4 സെക്കൻഡ് എന്ന് പറയുന്ന ടൈം വളരെ ചെറുതാവുക. അപ്പോൾ നമ്മൾ 10ാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി കാണാൻ പറയുമ്പോൾ ആ ടൈം ഇൻ്റർവൽ വളരെ ചെറുതായി. അപ്പോൾ ഈ ഡെൽറ്റ ടി എന്ന് പറയുന്ന ടൈം ഇൻ്റർവൽ വളരെ ചെറുതാകുമ്പോൾ നമുക്ക് ഡെൽറ്റ ടി എന്നതിന് പകരം നമ്മൾ എന്ത് എഴുതും? ഡി ടി എന്ന രീതിയിൽ എഴുതും. ഓക്കെ, ഡി എക്സ് ബൈ ഡി ടി എന്ന രീതിയിൽ എഴുതും. മാത്സിൽ പിന്നീട് പഠിക്കും. ഓക്കെ, ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്നാണ് നമ്മൾ അവിടെ പറയുക. ടൈം ഇൻ്റർവൽ വളരെ ചെറുതാകുമ്പോൾ നമ്മൾ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്നുള്ളത് ഡി എക്സ് ബൈ ഡി ടി എന്ന രീതിയിലാവും. ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു അപ്പോൾ എങ്ങനെ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്നുള്ളത് ഡി വി ബൈ ഡി ടി എന്ന രീതിയിലാവും. ഇത്രയും കാര്യങ്ങൾ ടേംസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ പഠിച്ചു വെക്കണം. അങ്ങനെയെങ്കിൽ ടേംസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തൊക്കെ ചോദ്യങ്ങൾ എക്സാമിന് ഈ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കണം, ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, നമുക്ക് ചില ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. നോക്കണം, ധാരാളം തവണ എക്സാമിന് ചോദിച്ചൊരു ചോദ്യം, ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ എ ബോഡി പൊസസിങ് 0 വെലോസിറ്റി വിച്ച് ഈസ് ആക്സിലറേറ്റിംഗ്. വെലോസിറ്റി 0 എന്നാൽ ആക്സിലറേഷൻ ഉണ്ട്, ഇങ്ങനെയുള്ള ബോഡിക്ക് എക്സാമ്പിൾ എഴുതുക. നോക്കണം, ഒരു കല്ല് ഞാൻ മേലോട്ട് എറിഞ്ഞു, മേലോട്ട് പോകും തോറും വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. ടോപ്പിലെത്തുമ്പോൾ വെലോസിറ്റി എന്താകും? 0. പിന്നെ താഴോട്ട് വരും തോറും വെലോസിറ്റി കൂടി കൂടി വരും. അങ്ങനെയാകുമ്പോൾ ഒരു ബോഡി മേലോട്ട് പോയി താഴോട്ട് വരുമ്പോൾ ആ മോഷനിൽ ഉടനീളം ത്രൂ ഔട്ട് ദി മോഷൻ വെലോസിറ്റി ഈസ് ചേഞ്ചിങ്. അപ്പോൾ എപ്പോഴും ആ ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ട്. എല്ലാ സമയത്തും മേലോട്ട് പോകുമ്പോഴും മേലെ എത്തുമ്പോഴും താഴോട്ട് വരുമ്പോഴൊക്കെ ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആക്സിലറേറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ടോപ്പിലെത്തുന്ന സമയത്ത് വെലോസിറ്റി എന്തായി? 0. ആ ഒരു ഇൻസ്റ്റൻറ്റിൽ വെലോസിറ്റി 0 ആണ്, പക്ഷേ അപ്പോഴും അയാൾ ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മേലോട്ടെറിഞ്ഞ ബോഡി മേലെ എത്തുന്ന സമയത്ത് ബോഡി ഹാസ് 0 വെലോസിറ്റി ബട്ട് ഇറ്റ് ഈസ് സ്റ്റിൽ ആക്സിലറേറ്റിംഗ്. എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ പറയാം? എ ബോഡി ത്രോൺ വെർട്ടിക്കലി അപ്പ്, എ ബോഡി ത്രോൺ വെർട്ടിക്കലി അപ്പ്, കുത്തനെ മേലോട്ടെറിഞ്ഞ ബോഡി. ഓക്കെ, അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ്, അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ് പറ വെലോസിറ്റി ഈസ് 0 ബട്ട് ഇറ്റ് ഈസ് സ്റ്റിൽ ആക്സിലറേറ്റിംഗ്. ഓക്കെ, ശരി, ധാരാളം തവണ എക്സാമിന് ചോദിച്ച ചോദ്യം. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ പ്ലെയർ ത്രോസ് എ ബോൾ വെർട്ടിക്കലി അപ്വേർഡ്. അതായത് ഒരു ബോൾ ഒരു പ്ലെയർ മേലോട്ട് എറിഞ്ഞു. വാട്ട് ഈസ് ദി വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദി ബോൾ അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ്? ടോപ്പിലെത്തുമ്പോൾ വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി 0 ആണ്. എന്നാൽ ആക്സിലറേഷനോ? ആക്സിലറേഷൻ ഉണ്ട്, അത് കുറച്ച് കഴിഞ്ഞ് പഠിക്കും. നമ്മൾ മേലോട്ട് എറിഞ്ഞ ബോഡി നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ടാൽ പിന്നെ എർത്തിൻ്റെ കൺട്രോളില്ല, പിന്നെ ഗ്രാവിറ്റിയാണ് അവനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അവൻ്റെ ആക്സിലറേഷൻ എപ്പോഴും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. അതിൻ്റെ വാല്യൂ എത്ര? 9.8. എപ്പോഴും ആ വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് 9.8 ആയിരിക്കും. പിന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ, ഭൂമി താഴോട്ടല്ലേ വലിക്കുന്നത്, എപ്പോഴും താഴോട്ടായിരിക്കും. താഴോട്ടാകുമ്പോൾ നമ്മൾ ആ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി മൈനസ് സൈനും കൊടുക്കാവുന്നതാണ്. സൈൻ കൊടുത്തില്ല എന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്തായാലും സാധാരണ നമ്മൾ -9.8 എന്ന് എഴുതാറുണ്ട്. മാഗ്നിറ്റ്യൂഡ് 9.8 ആണ്, ഡയറക്ഷൻ കാണിക്കാൻ മൈനസ് സൈനും കൂടി വേണമെങ്കിൽ എഴുതാവുന്നതാണ്. ഓക്കെ ഓക്കെ, ദെൻ ഗോ ടു ദി നെക്സ്റ്റ്. ഡിഫൈൻ യൂണിഫോം ആക്സിലറേഷൻ. ഇനി പറയേണ്ടതില്ലല്ലോ. ഇഫ് എ ബോഡി ഹാസ് ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റീസ് ഇൻ ഈക്വൽ ടൈം ഇൻ്റർവൽ ദെൻ ഇറ്റ്സ് ആക്സിലറേഷൻ വിൽ ബി യൂണിഫോം. ഓക്കെ, ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദി കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ദി ക്ലൂസ് ഗിവൺ അറ്റ് ദി സെൻറ്റൻസ് ഓർ അറ്റ് ദി എൻഡ് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്. ഫ്രീ ഫോൾ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ. ഒരു ബോഡി ഫ്രീലി ഫോളിങ് നടത്തുക വിചാരിക്കുക. ഫ്രീലി ഫോളിങ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈറ്റിൽ നിന്ന് ഭൂമിയുടെ അട്രാക്ഷൻ കൊണ്ട് മാത്രമായി താഴോട്ട് വീഴുക. ഫ്രീ ഫോളിങ് നടത്തുന്ന ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? ഇനീഷ്യൽ വെലോസിറ്റി 0. ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ 9.8 ആയിട്ടുണ്ടാവും. അടുത്ത സെക്കൻഡിൽ 19.6. ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും 9.8 വെച്ചാണ് വെലോസിറ്റി കൂടി കൂടി വരിക. ഒരു സെക്കൻഡിൽ എത്ര വെലോസിറ്റി കൂടുക? 9.8. അടുത്ത സെക്കൻഡിൽ എത്ര കൂടുക? 9.8. എപ്പോഴും ആക്സിലറേഷൻ 9.8. നമ്മൾ പറയും യൂണിഫോം ആക്സിലറേഷൻ. സോ യൂണിഫോം ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്ന ബോഡിക്ക് എക്സാമ്പിളാണ് ഫ്രീലി ഫോളിംഗ് ബോഡി. മറക്കരുത്, ഫ്രീലി ഫോളിംഗ് ബോഡി ഈസ് ആൻ എക്സാമ്പിൾ ഫോർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കണം. വെലോസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഉണ്ട്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ആവറേജ് വെലോസിറ്റി ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. പറയേണ്ടതില്ലല്ലോ. ആവറേജ് വെലോസിറ്റി ഒരു പർട്ടിക്കുലർ ടൈം തൊട്ട് വേറെ ടൈം വരെ ഉള്ളത് ഫോർമുല എഴുതിയാലും മതി.
ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ വെലോസിറ്റിയാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഡി എക്സ് ബൈ ഡി ടി. വെൻ ഡസ് ദി ആവറേജ് വെലോസിറ്റി ബിക്കം ഈക്വൽ ടു ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി? എപ്പോഴാണ് ആവറേജ് വെലോസിറ്റി ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആകുക? ഞാൻ നേരത്തെ പറഞ്ഞു, ഡെൽറ്റ ടി എന്ന് പറയുന്നത് ടെൻസ് ടു 0, 0യോട് അടുക്കുമ്പോൾ, വളരെ ചെറിയ ടൈം ഇൻ്റർവൽ ആകുമ്പോൾ ആവറേജ് വെലോസിറ്റി എന്തായി മാറും? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആയിട്ട് മാറും. ഇനി ഈ ചോദ്യത്തിന് വേറെ ഒരു ആൻസർ ഉണ്ട്. ഒരു ബോഡി യൂണിഫോം വെലോസിറ്റിയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, ഒരേ വെലോസിറ്റിയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവന് പിന്നെ ആവറേജ് കണ്ടാലും ഇൻസ്റ്റൻറ്റേനിയസ് പറഞ്ഞാലും ഒക്കെ എപ്പോഴും ഒരേ വാല്യൂ ആയിരിക്കും. ആ ഒരു അർത്ഥത്തിലും ആൻസർ എഴുതാവുന്നതാണ്. ഓക്കെ, എന്നാൽ ഡെൽറ്റ ടി ടെൻസ് ടു 0 ആകുന്ന സമയത്താണ് നമ്മൾ മാത്തമാറ്റിക്കലി ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്നുള്ളതിനെ ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതും. അപ്പോൾ ഇങ്ങനെ എഴുതിയാലും ആൻസറായി. ഓക്കെ ഓക്കെ ഇപ്പോൾ ഈ ചാപ്റ്ററിലെ ടേംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് കിടക്കുകയാണ്, അതായത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഷൻ. ഇപ്പോൾ ഒന്നാമത്തെ ഭാഗം 5 ടേമുകൾ സെറ്റല്ലടാ. ആ ടേമുകളിൽ നിന്ന് എക്സാമിന് വരുന്ന ചോദ്യങ്ങളും ഏറെക്കുറെ നമ്മൾ നോക്കി. ഓക്കെ, ഇനി രണ്ടാമത്തെ ഭാഗം 3 ഭാഗമാക്കി ഡിവൈഡ് ചെയ്യണം. രണ്ടാം ഭാഗം ഗ്രാഫുകളാണ്. 1 ഡയമെൻഷണൽ മോഷനുമായി ബന്ധപ്പെട്ട 3 ടൈപ്പ് ഗ്രാഫുകൾ പഠിക്കാനുണ്ട്. പൊതുവേ ഈ ഗ്രാഫുകളിൽ നിന്ന് ചോദ്യങ്ങൾ വരുമ്പോൾ പല കുട്ടികൾക്കും പല പ്രയാസങ്ങളും പറയാറുണ്ട്. ആ പ്രയാസം ഒന്ന് ദൂരീകരിക്കാൻ വേണ്ടി, ഒന്ന് കുറക്കാൻ വേണ്ടി നമ്മൾ ആ ഗ്രാഫ് ഒന്ന് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ആദ്യം സ്ലോപ്പ്, ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എങ്ങനെ കാണാം എന്നൊന്ന് പഠിക്കണം. സ്ലോപ്പ് മനസ്സിലാക്കിയാൽ ഗ്രാഫിൻ്റെ ഷേപ്പുകൾ ഓർക്കാൻ എളുപ്പമാണ്. സ്ലോപ്പ് അഥവാ ചെരിവ് കാണാൻ ഫോർമുല നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചില്ലേ? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അതായത് ഇങ്ങനൊരു എക്സ് ആക്സിസ് വൈ ആക്സിസ് വരച്ച് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ ഇങ്ങനെ വരച്ചാൽ, ഇതിൽ 2 പോയിന്റുകൾ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്താൽ ഇവൻ്റെ എക്സ് കോർഡിനേറ്റ് x1, y കോർഡിനേറ്റ് y1, ഇവൻ്റെതോ x2, y2. എന്താ സ്ലോപ്പ് കാണാനുള്ള ഫോർമുല? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അതല്ലെങ്കിൽ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ടാൻ തീറ്റ. ഇങ്ങനെ നമുക്ക് സ്ലോപ്പ് കാണാം. അങ്ങനെയെങ്കിൽ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നോക്കണം, നമ്മൾ 0 സ്ലോപ്പുള്ള ലൈനുകളാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് എക്സ് ആക്സിസിന് പാരലല്ലേ ഈ ലൈൻ? എക്സ് ആക്സിസിന് പാരലാണ് ഈ ലൈൻ. എക്സ് ആക്സിസിന് പാരലാണെങ്കിൽ സ്ലോപ്പില്ല. മറക്കരുത്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മാത്സ് ക്ലാസ് എടുത്ത് പോവില്ല. എക്സ് ആക്സിസിന് പാരലായിട്ടാണോ ലൈൻ, അത് പോസിറ്റീവ് വൈ ആക്സിലാവട്ടെ, അതല്ലെങ്കിൽ എക്സ് ആക്സിസിലൂടെ ആവട്ടെ, ഈ ക്വാഡ്രൻറ്റിലാവട്ടെ, എങ്ങനെയെങ്കിലും ഈ രൂപത്തിലാ ലൈനെങ്കിൽ സ്ലോപ്പ് 0. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത സെഷൻ നോക്കണം. ഇവിടെ ഞാൻ മുകളിൽ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് നോക്ക്. ഇതാ ഈ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ, ഈ സ്ട്രെയിറ്റ് ലൈൻ ആകട്ടെ താഴോട്ട് ഇങ്ങനെ മേലോട്ട് ചെരിഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ അവൻ്റെ സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. സ്ലോപ്പ് കണ്ടാൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഇങ്ങനെ താഴോട്ടാണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും? നെഗറ്റീവ്. പറടാ, ഈ രൂപത്തിലാണെങ്കിൽ സ്ലോപ്പ് എന്താണ്? 0. ഓക്കെ, ദെൻ എക്സ് ആക്സിന് പാരലാകുമ്പോൾ ഇനി ഇവിടുന്ന് മേലോട്ട് വാങ്ങിയാൽ സ്ലോപ്പ് പോസിറ്റീവ്, ഇത് 0. താഴോട്ടാണെങ്കിൽ സ്ലോപ്പ് എന്തായി? നെഗറ്റീവ്. ഓക്കെ, പോസിറ്റീവ് സ്ലോപ്പ്, നെഗറ്റീവ് സ്ലോപ്പ്. പിന്നെ ഈ ഭാഗത്തെ ചെരിവ് സ്ലോപ്പ് അതന്നെയല്ലേ ഇവിടെയുള്ളത്? സ്ട്രെയിറ്റ് ആകുമ്പോൾ സ്ലോപ്പ് എപ്പോഴും കോൺസ്റ്റൻറ്റ്. അപ്പോൾ സ്ലോപ്പ് പോസിറ്റീവാണ്, കോൺസ്റ്റൻ്റ് ആണ്. ഇത് സ്ട്രെയിറ്റ് ലൈൻ, ഈ ഭാഗത്തെ സ്ലോപ്പ് തന്നെയല്ലേ ഈ ഭാഗത്തുള്ളത്? സ്ലോപ്പ് നെഗറ്റീവാണ്, കോൺസ്റ്റൻ്റ് ആണ്. എന്നാൽ ഈ ഗ്രാഫ് നോക്കണം. ഈ ഗ്രാഫ് ഇതിങ്ങനെ വളഞ്ഞല്ലേ പോണത്. അപ്പോൾ ഈ ഭാഗത്തുള്ള ചെരിവാണോ ഈ ഭാഗത്തുള്ളത്? അല്ല. അപ്പോൾ എന്നാൽ ഗ്രാഫ് ഈ രൂപത്തിലായത് കാരണം പോസിറ്റീവ് സ്ലോപ്പാണ്. പക്ഷേ ആ സ്ലോപ്പ് ഇങ്ങനെ കൂടി വരികയാണ്. ഇങ്ങനെ വെച്ചാൽ സ്ലോപ്പ് 0, മേലോട്ടാകുമ്പോൾ സ്ലോപ്പ് പോസിറ്റീവാണ്. ഇനി മേലോട്ട് ഇങ്ങനെ ചെരിവ് പൊങ്ങും തോറും ചെരിവ് സ്ലോപ്പ് ഇങ്ങനെ കൂടി വരും. അപ്പോൾ ഈ സ്ലോപ്പ് പോസിറ്റീവ് തന്നെയാണ്, പക്ഷേ ഇവിടുത്തെ സ്ലോപ്പിനേക്കാൾ കൂടുതലാണ് ഇവിടെയുള്ള സ്ലോപ്പ്, അതിനേക്കാൾ കൂടുതലാണ് ഇവിടെയുള്ള സ്ലോപ്പ്. സോ സ്ലോപ്പ് പോസിറ്റീവാണ്, പക്ഷേ പോസിറ്റീവ് സ്ലോപ്പ് കൂടി വരുന്നു. ഇവിടെയോ? ഇവിടെ ഈ ഭാഗത്തിൻ്റെ സ്ലോപ്പാണോ ഈ ഭാഗത്തെത്തുമ്പോൾ? അല്ല. സ്ലോപ്പൊക്കെ താഴോട്ടാണ് ലൈന്, നെഗറ്റീവ് സ്ലോപ്പാണ്, പക്ഷേ സ്ലോപ്പ് ഇങ്ങനെ കൂടി വരിക. ശ്രദ്ധിക്കണം, ഇങ്ങനെയാകുമ്പോൾ സ്ലോപ്പ് 0, മേലോട്ട് പോസിറ്റീവ്, താഴോട്ട് നെഗറ്റീവ്. ഇനി ഇത് 0, മേലോട്ട് ഇങ്ങനെ പൊങ്ങും തോറും സ്ലോപ്പ് കൂടി വരും. ഓക്കെ, അതേപോലെ തന്നെ താഴോട്ട് ഇങ്ങനെ താഴും തോറും സ്ലോപ്പ് എന്ത് ചെയ്യും? കൂടി വരും. അപ്പോൾ പോസിറ്റീവ് സ്ലോപ്പ് ഇൻക്രീസിങ്, നെഗറ്റീവ് സ്ലോപ്പ് ഇൻക്രീസ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഞാൻ കുറച്ച് കേസുകളിൽ 3 ഗ്രാഫുകൾ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം ചെയ്യാം. നോക്കണം, നമ്മളിപ്പോൾ ഏത് സ്ലൈഡിലാണ് നിൽക്കുന്നത്? ഇതല്ലേ 12ാമത്തെ സ്ലൈഡ്. നോക്കണം, ഇവിടെ നിന്ന് നമ്മൾ ഒരു സ്ലൈഡ് കൂടി ഒന്ന് ആഡ് ചെയ്യാം. നോക്കട്ടോ, നമുക്ക് 3 ഗ്രാഫുകളാണ് പഠിക്കാനുള്ളത്. ഒന്ന് XT ഗ്രാഫ്, വേറൊന്ന് VT ഗ്രാഫ്, വേറൊന്ന് AT ഗ്രാഫ്. ഏതൊക്കെ? XT, VT, AT. എന്താ XT? പൊസിഷൻ ടൈം ഗ്രാഫ്. എന്താ VT? വെലോസിറ്റി ടൈം ഗ്രാഫ്. എന്താ AT? ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. 3 ഗ്രാഫുകൾ.
എക്സ് ടി ഗ്രാഫ് എന്ന് പറയുമ്പോൾ എല്ലാത്തിലും ടൈം എക്സ് ആക്സിസിലാണ് എടുക്കുന്നത്. അപ്പോൾ പൊസിഷൻ വൈ ആക്സിസിൽ, ഇവിടെ ടൈം എക്സ് ആക്സിസിൽ, വെലോസിറ്റി വൈ ആക്സിസിൽ, ടൈം എക്സ് ആക്സിസിൽ, ആക്സിലറേഷൻ വൈ ആക്സിസ്. ഈ 3 ടൈപ്പ് ഗ്രാഫുകൾ നമുക്ക് പഠിക്കാം. എക്സ് ടി, വി ടി, എ ടി. ശ്രദ്ധിക്കണേ, എക്സ് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് വെലോസിറ്റി കിട്ടും. എക്സ് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ വെലോസിറ്റി. ഞാനത് പ്രൂവ് ചെയ്ത് കാണിക്കുകയല്ല, അത് കാണിക്കാവുന്ന സമയം എടുക്കും. നമ്മൾ 1 ഷോട്ട് വീഡിയോ ഉള്ളൂ. എക്സ് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് കാണാൻ പഠിച്ചില്ലേ? സ്ലോപ്പ് 0, സ്ലോപ്പ് പോസിറ്റീവ് ഒക്കെ സെറ്റല്ലേ? അപ്പോൾ എക്സ് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ വെലോസിറ്റി. വി ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ ആക്സിലറേഷൻ. ഇത്ര മതി. ഇവൻ്റെ സ്ലോപ്പ് കണ്ടാൽ കിട്ടുന്ന ക്വാണ്ടിറ്റി നമുക്ക് പഠിക്കാനില്ല, നമ്മൾ ആ ലെവലിൽ പഠിക്കണില്ല. സോ എക്സ് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് വെലോസിറ്റി, വി ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് ആക്സിലറേഷൻ. അങ്ങനെയെങ്കിൽ നമുക്ക് ചില എക്സ് ടി, വി ടി, എ ടി ഗ്രാഫുകൾ നമുക്കൊന്ന് വരയ്ക്കാം. ആദ്യം നോക്കിക്കോളൂ. എക്സ് ടി ഗ്രാഫ്, വി ടി ഗ്രാഫ്, എ ടി ഗ്രാഫ്. ഏതൊക്കെ 3 കേസ്? റസ്റ്റിലുള്ള ബോഡിയുടെ എക്സ് ടി ഗ്രാഫ് വരയ്ക്കണം. അതേപോലെ യൂണിഫോം വെലോസിറ്റിയുള്ള ബോഡിയുടെ എക്സ് ടി ഗ്രാഫ്. യൂണിഫോം വെലോസിറ്റി നെഗറ്റീവ് ആകുമ്പോൾ, പോസിറ്റീവ് നെഗറ്റീവ് അറിയില്ലേ, അങ്ങോട്ട് പോസിറ്റീവ് ഇങ്ങോട്ട് നെഗറ്റീവ്. അപ്പോൾ ആദ്യത്തെ 3 കേസുകൾ വരക്കാൻ പോവാണ്. ആദ്യം റസ്റ്റിലുള്ള ബോഡി. നിങ്ങൾ പറയും, റസ്റ്റ് എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഉണ്ടോ? ഒരു ബോഡി റസ്റ്റിലാന്ന് പറഞ്ഞാൽ വെലോസിറ്റി 0 അല്ലേ? വെലോസിറ്റി 0. നോക്കണോ, റസ്റ്റിലുള്ള ബോഡിയുടെ എക്സ് ടി ഗ്രാഫ് ഇങ്ങനെയാണ്. നിങ്ങൾ പറയും, ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് എന്താ? സ്ലോപ്പ് 0. എക്സ് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ എന്താ കിട്ടുക? വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി 0. റസ്റ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി 0. മറക്കരുത്. ഇനി പഠിച്ചു നോക്കുക. എക്സ് ടി ഗ്രാഫ് ഇങ്ങനെ വന്നാൽ ബോഡി എന്താണ് പറ? റസ്റ്റ്. അടുത്തത് എക്സ് ടി ഗ്രാഫ്, ഇത് എക്സും ഇത് ടിയും ആട്ടോ. ഓക്കെ, അടുത്തത് എക്സ് ടി ഗ്രാഫ് തന്നെ, പക്ഷേ ബോഡി യൂണിഫോം വെലോസിറ്റി. ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെ. നിങ്ങൾ പറയും, ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് പോസിറ്റീവ് അല്ലേ? സ്ലോപ്പ് കണ്ടാൽ വെലോസിറ്റി അല്ലേ കിട്ടുക? അതാ വെലോസിറ്റി പോസിറ്റീവ്. പിന്നെ സ്ട്രെയിറ്റ് ആണ്, സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ്, സ്ലോപ്പ് മാറുന്നേ അല്ല. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റൻറ്റ്, യൂണിഫോം വെലോസിറ്റി പോസിറ്റീവ്. ഓക്കെ, എന്നാൽ ഇതോ സ്ലോപ്പ് വെലോസിറ്റി നെഗറ്റീവാണ്, സ്ലോപ്പ് നെഗറ്റീവ് ആക്കണം. എന്നാൽ കോൺസ്റ്റൻറ്റ് യൂണിഫോം. അപ്പോൾ ഇതങ്ങനെ. ഓക്കെ, ശ്രദ്ധിക്കുക. ഈ ഗ്രാഫ് എക്സ് ആക്സിൽ തട്ടാതിരിക്കാം. ഈ ഗ്രാഫ് ഇതാ ഇവിടെ ഒറിജിന് തുടങ്ങുക അല്ലെങ്കിൽ മേലെ നിന്ന് തുടങ്ങുക, ഷേപ്പാണ് പ്രധാനം. അപ്പോൾ എക്സ് ടി ഗ്രാഫ് ഇങ്ങനെ വന്നാൽ റസ്റ്റ്, ദി യൂണിഫോം വെലോസിറ്റി പോസിറ്റീവ്, യൂണിഫോം വെലോസിറ്റി നെഗറ്റീവ്. അങ്ങനെയെങ്കിൽ വി ടി ഗ്രാഫ്, എ ടി ഗ്രാഫിലേക്ക് നമുക്ക് വരാം. അടുത്തൊക്കെ നോക്കാം. യൂണിഫോം ആക്സിലറേഷൻ. ശ്രദ്ധിക്കണേ, യൂണിഫോം ആക്സിലറേഷൻ പോസിറ്റീവ്. എക്സ് ടി ഗ്രാഫ് യൂണിഫോം ആക്സിലറേഷൻ ആകുമ്പോൾ ഇതങ്ങനെ സ്ലോപ്പ് കൂടി വരില്ലേ? പോസിറ്റീവ് സ്ലോപ്പാണ്. സ്ലോപ്പ് കണ്ട എന്താ കിട്ടുക? വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഇത് പോസിറ്റീവ് വെലോസിറ്റിയാണ്. അതെ, പോസിറ്റീവാണ്. ഇനി ആ വെലോസിറ്റി ഇങ്ങനെ കൂടി വരും. വെലോസിറ്റി കൂടുമ്പോഴല്ലേ ആക്സിലറേഷൻ എന്ന്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊരു പ്രയാസം ഉണ്ടാകും. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഷേപ്പ് നോക്കുക. ഈ രൂപത്തിലാണെങ്കിൽ യൂണിഫോം ആക്സിലറേഷൻ പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ യൂണിഫോം ആക്സിലറേഷൻ നെഗറ്റീവ് ആണെങ്കിലോ ഇതങ്ങനെ. ഓക്കെ, ഇവിടെ സ്ലോപ്പ് നെഗറ്റീവാണ്, അതായത് വെലോസിറ്റി നെഗറ്റീവാണ്. പിന്നെയോ ആ വെലോസിറ്റി സ്ലോപ്പ് ഇങ്ങനെ കൂടി വരികയാണ്, വെലോസിറ്റി ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ എക്സ് ടി ഗ്രാഫ് 5 എണ്ണം പഠിക്കാം. മറക്കരുത്. കഴിഞ്ഞ ആ സ്ലൈഡ് ഞാൻ ഒന്നുകൂടി എടുക്കാം. റസ്റ്റ്, യൂണിഫോം വെലോസിറ്റി പോസിറ്റീവ്, യൂണിഫോം വെലോസിറ്റി നെഗറ്റീവ്, യൂണിഫോം ആക്സിലറേഷൻ പോസിറ്റീവ്, യൂണിഫോം ആക്സിലറേഷൻ നെഗറ്റീവ്. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ നമുക്ക് വി ടി ഗ്രാഫുകൾ നോക്കാം. ഒന്നുകൂടി സിമ്പിളായിരിക്കും വി ടി ഗ്രാഫ്, അതിലേറെ സിമ്പിളായിരിക്കും എ ടി ഗ്രാഫ്. റസ്റ്റിലാണ് ബോഡിയെങ്കിൽ വെലോസിറ്റി ഉണ്ടാകൂ? ഇല്ല, വെലോസിറ്റി 0. അപ്പോൾ വെലോസിറ്റി 0, എക്സ് ടി ഗ്രാഫ് ഇങ്ങനെ. ഓക്കെ, അടുത്തത് യൂണിഫോം വെലോസിറ്റി. ഇത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഒരേ വെലോസിറ്റി, ഇതങ്ങനെ ഒരേ വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി നെഗറ്റീവ്. അവിടെ ശ്രദ്ധിക്കാനുണ്ട്. അവിടെ എക്സ് ആക്സിസ് ഇങ്ങനെയാണെങ്കിൽ ടൈം ആക്സിസ് ഞാൻ എങ്ങനെ കാണിക്കുകയാണ്. ഓക്കെ, ഇത് നെഗറ്റീവ് വൈ ആക്സിസ് ആണെന്ന് വിചാരിക്കണേ. ഇത് നെഗറ്റീവ് വൈ ആക്സിസ്. നോക്കട്ടെ, നെഗറ്റീവ് വൈ ആക്സിസ്. അപ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇത് അങ്ങനെ ശ്രദ്ധിക്കണേ. ഇത് പോസിറ്റീവ് വൈ ആക്സിസ്, ഇത് നെഗറ്റീവ് വൈ ആക്സിസ്. ഇതാണ് ടൈം ആക്സിസ് എങ്കിൽ എക്സ് ആക്സിസ് ടൈം. ഇതാണ് യൂണിഫോം വെലോസിറ്റി നെഗറ്റീവ്. ഓക്കെ, ഇത് യൂണിഫോം വെലോസിറ്റി പോസിറ്റീവ്. അപ്പോൾ റസ്റ്റ് യൂണിഫോം വെലോസിറ്റി പോസിറ്റീവ്, യൂണിഫോം വെലോസിറ്റി നെഗറ്റീവ്. ഓക്കെ, ദെൻ അടുത്ത സ്ലൈഡിലേക്ക് പോകുമ്പോൾ യൂണിഫോം ആക്സിലറേഷൻ. അപ്പോൾ ഗ്രാഫ് ഇതാ ഇങ്ങനെ, അടുത്ത ഗ്രാഫ് ഇതാ അങ്ങനെ. ഓക്കെ, സ്ലോപ്പ് കണ്ട ആക്സിലറേഷൻ, യൂണിഫോം ആക്സിലറേഷൻ. സ്ലോപ്പ് കണ്ട ആക്സിലറേഷൻ, ദ യൂണിഫോം ആക്സിലറേഷൻ നെഗറ്റീവ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വീണ്ടും ഒന്ന് വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ നോക്കുക. എന്നിട്ട് ആ ഷേപ്പ്, ഞാൻ ആദ്യം സ്ലോപ്പ് കാണാൻ കുറേ ലൈൻ പഠിപ്പിച്ചില്ലേ, ആ ഓർഡറിൽ ആലോചിച്ചാൽ മതി. ആദ്യം നമ്മൾ ഇങ്ങനെയുള്ള ലൈൻ പഠിച്ചു, സ്ലോപ്പ് 0, പിന്നെ മേലോട്ട് പോസിറ്റീവ് നെഗറ്റീവ്. ആ 3 കേസല്ലേ വി ടി ഗ്രാഫിൽ നമ്മൾ ഇപ്പോൾ വരച്ചോളൂ.
എന്നാൽ എ ടി ഗ്രാഫിൽ 5 വരച്ചു, ഇങ്ങനെയുള്ളത് വരച്ചു, മേലോട്ട് സ്ലോപ്പ്, താഴോട്ട് നെഗറ്റീവ് സ്ലോപ്പുള്ള വരച്ചു, പിന്നെ സ്ലോപ്പ് കൂടിക്കൂടി വരുന്നതും പോസിറ്റീവ് ഡയറക്ഷനിലുള്ള നെഗറ്റീവ് സ്ലോപ്പ് കൂടിക്കൂടി വരുന്നത് 5 കേസ് നമ്മൾ എക്സ് ടി ഗ്രാഫിൽ കണ്ടു. എന്നാൽ വി ടി ഗ്രാഫിൽ എക്സ് ആക്സിന് പാരലായിട്ടുള്ളതും മേലോട്ടും താഴോട്ടുള്ളതും മാത്രമല്ലേ കണ്ടുള്ളൂ. എ ടി ഗ്രാഫിലേക്ക് വരികയാണെങ്കിൽ ഒന്നുകൂടി എളുപ്പമാണ്. റെസ്റ്റിലുള്ള ബോഡിയുടെ എ ടി ഗ്രാഫ് വെലോസിറ്റി തന്നെയല്ല റെസ്റ്റിലാകുമ്പോൾ, അപ്പോൾ ആക്സിലറേഷനും ഇങ്ങനെ. യൂണിഫോം വെലോസിറ്റിയിലാണ് പോകുന്നതെങ്കിൽ ആക്സിലറേഷൻ ഉണ്ടോ? ഇല്ല. വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടെങ്കിലേ ആക്സിലറേഷൻ ഉള്ളൂ. യൂണിഫോം വെലോസിറ്റി നെഗറ്റീവ്, അവിടെയും ആക്സിലറേഷൻ ഇല്ല. ഓക്കെ, ശരി. എന്നാൽ യൂണിഫോം ആക്സിലറേഷൻ, ഒരേ ആക്സിലറേഷനിലാണ് പോകുന്നതെങ്കിലോ, ഒരേ ആക്സിലറേഷനിലാണ് ബോഡി പോകുന്നതെങ്കിൽ യൂണിഫോം ആക്സിലറേഷൻ പോസിറ്റീവ്. ഇവിടെ യൂണിഫോം ആക്സിലറേഷൻ നെഗറ്റീവ് ആകുമ്പോൾ നേരത്തെ കാണിച്ചതുപോലെ ഒന്നുകൂടി പോസിറ്റീവ് എക്സ് ആക്സിസും വൈ ആക്സിസും നെഗറ്റീവ് വൈ ആക്സും വരയ്ക്കാണ്. ഇതാണ് ടൈം ആക്സിസ് എങ്കിൽ ഇങ്ങനെയായിരിക്കും യൂണിഫോം ആക്സിലറേഷൻ നെഗറ്റീവിൻ്റെ ഗ്രാഫ്. ഒന്ന് വീഡിയോ പോസ് ചെയ്ത് എല്ലാ ഗ്രാഫിൻ്റെ ഷേപ്പും ഒരിക്കൽ കൂടി നോക്കിയിട്ട് മക്കളൊന്ന് സെറ്റാക്കി വെക്കണം. ഓക്കെ, ഗ്രാഫിൻ്റെ ഷേപ്പ് കാണിച്ചിട്ട് മോഷൻ എങ്ങനെയെന്നുള്ള ചോദ്യം, മോഷൻ പറഞ്ഞിട്ട് ഷേപ്പ് വരയ്ക്കാനുള്ള ചോദ്യം, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് ഈ ഗ്രാഫുകൾ നിങ്ങൾക്ക് ഉപകരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ ഷേപ്പുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഷേപ്പ് ക്ലിയറായി മനസ്സിലാക്കാനാണ് ഞാൻ സ്ലോപ്പിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ സ്ലോപ്പ് വെച്ചിട്ട് നോക്കിയാൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റായി കിട്ടും. അപ്പോൾ ഗ്രാഫിൽ നിന്ന് ഷേപ്പുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ പഠിക്കേണ്ടത് ഓരോ ഗ്രാഫിൻ്റെയും ഉപയോഗങ്ങളാണ്. യൂസസ് ഓഫ് എക്സ് ടി ഗ്രാഫ്, യൂസസ് ഓഫ് വി ടി ഗ്രാഫ്, യൂസസ് ഓഫ് എ ടി ഗ്രാഫ്. നോക്കണം, പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ ഉപയോഗങ്ങൾ ചോദിച്ചാൽ നമുക്ക് ഏത് സമയത്തും ആ ബോഡിയുടെ പൊസിഷൻ ഏതാണെന്ന് മനസ്സിലാക്കാമല്ലോ, അതൊരു യൂസാണ്. ഏത് സമയത്തെയും പൊസിഷൻ മനസ്സിലാക്കാം. ദെൻ സ്ലോപ്പ് കണ്ടാൽ വെലോസിറ്റി കിട്ടൂലേ, അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് വെലോസിറ്റി കിട്ടും. എങ്ങനെയാണ് വെലോസിറ്റി കിട്ടുക പറയും? സ്ലോപ്പ് കണ്ടാൽ മതി, സ്ലോപ്പ് കണ്ടാൽ വെലോസിറ്റി കിട്ടും. ദെൻ നമുക്ക് ആ മോഷൻ്റെ നേച്ചർ പറയാൻ പറ്റും. യൂണിഫോം വെലോസിറ്റിയിലാണോ പോണത്, യൂണിഫോം ആക്സിലറേഷനിലാണോ പോണത്, ഇത് പറയാൻ പറ്റും. സോ 3 ഉപയോഗങ്ങൾ സിമ്പിളായിട്ട് പഠിക്കാം. നോക്കട്ടെ, ഏത് ഗ്രാഫിൻ്റെ ഉപയോഗം ചോദിച്ചാലും ഒന്ന് എന്ത് പറയാം? ടു ഫൈൻഡ് ദി നേച്ചർ ഓഫ് മോഷൻ എന്ന് പറയാം. ഏത് ഗ്രാഫിൻ്റെ ചോദിച്ചാലും, എക്സ് ടിയോ വി ടിയോ എ ടിയോ. ദെൻ വി ടി ഗ്രാഫിൻ്റെ ഉപയോഗങ്ങൾ നോക്കിയാൽ നമുക്ക് വി ടി ഗ്രാഫിൽ നിന്ന് നോക്കട്ടെ, നോ ദി നേച്ചർ ഓഫ് മോഷൻ, മോഷൻ്റെ നേച്ചർ മനസ്സിലാക്കാം. ദെൻ അതേപോലെ ഏത് സമയത്തെയും വെലോസിറ്റി മനസ്സിലാക്കാം. വി ടി ഗ്രാഫ് ആകുമ്പോൾ ഏത് സമയത്തെയും വെലോസിറ്റി മനസ്സിലാക്കാം. എക്സ് ടി ഗ്രാഫ് ആകുമ്പോൾ ഏത് സമയത്തെയും പൊസിഷൻ മനസ്സിലാക്കാം. വി ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ ആക്സിലറേഷൻ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ടു ഫൈൻഡ് ദി ആക്സിലറേഷൻ അറ്റ് എനി ടൈം, ആക്സിലറേഷൻ കണ്ടെത്താം. എങ്ങനെ ആക്സിലറേഷൻ കണ്ടെത്തുന്നത് പറയും? സ്ലോപ്പ് ഓഫ് വി ടി ഗ്രാഫ് കണ്ടാൽ ആക്സിലറേഷൻ ആയിരിക്കും. വേറൊന്ന്, വി ടി ഗ്രാഫിൽ നിന്ന് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റും കാണാം. എങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണുക? വി ടി ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ, ഗ്രാഫിന് താഴെയുള്ള പോർഷൻ്റെ ഏരിയ കണ്ടാൽ, ഇതിപ്പോൾ വി ടി ഗ്രാഫാണെന്ന് കരുതുക. ഈ വി ടി ഗ്രാഫിൻ്റെ താഴെയുള്ള പോർഷൻ ഇതാ, ഈ ഗ്രാഫ് ഞാൻ എക്സ് ആക്സിസുമായി കണക്ട് ചെയ്താൽ ഈ ഏരിയ കണ്ടാൽ, വി ടി ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആയി. സോ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടെത്താനായിട്ട് സാധിക്കും. എങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണുക പറയും? ഏരിയ അണ്ടർ ദി ഗ്രാഫ്, അതായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ യൂസസ് ഒക്കെ ഒന്ന് ബൈ ഹാർട്ടാക്കുക. ഓക്കെ, എ ടി ഗ്രാഫിൻ്റെ യൂസസ് നോക്കിയൊക്കെ എക്സാമിൻ്റെ ചോദ്യമുണ്ട്. വാട്ട് ആർ ദി ഗിവ് എനി 2 യൂസസ് ഓഫ് എ ടി ഗ്രാഫ്. ആക്സിലറേഷൻ കണ്ടെത്താൻ പറ്റും, അതേപോലെ നേച്ചർ ഓഫ് മോഷൻ കണ്ടെത്താൻ പറ്റും, അതേപോലെ ടു ഫൈൻഡ് വെലോസിറ്റി, അതല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയാൻ ഏറ്റവും നല്ലത്. എ ടി ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടും. ചേഞ്ച് ഇൻ വെലോസിറ്റി ശ്രദ്ധിക്കണേ. സ്ലോപ്പ്, എക്സ് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ വെലോസിറ്റി, വി ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ ആക്സിലറേഷൻ, വി ടി ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ ഡിസ്പ്ലേസ്മെൻറ്റ്, എ ടി ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഗ്രാഫുകളുടെ ഉപയോഗമായി മനസ്സിലാക്കിയതിന് ശേഷം ഈ ഗ്രാഫ് വെച്ചുകൊണ്ടുള്ള എക്സ് ടി വി ടി എ ടി ഗ്രാഫുകൾ വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുന്നത് എങ്ങനെയെന്ന് നോക്കണം. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് 2 ഒബ്ജക്ട്സ് എ ആൻഡ് ബി ആർ ഷോൺ ബിലോ. എ ബി ഈ 2 ഒബ്ജക്റ്റുകളുടെ എക്സ് ടി ഗ്രാഫുകൾ തന്നിരിക്കുന്നു. ഒരു ഗ്രാഫ് എയുടെ ഗ്രാഫ് 60 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്, ഇത് 30 ഡിഗ്രി. വിച്ച് ബോഡി ഹാസ് ഗ്രേറ്റർ വെലോസിറ്റി? എങ്ങനെയാണ് എക്സ് ടി ഗ്രാഫ് എന്ന് വെലോസിറ്റി കാണുക? സ്ലോപ്പ് കണ്ടാൽ മതി. ആർക്കാ സ്ലോപ്പ് കൂടുതൽ? രണ്ടാൾക്കും സ്ലോപ്പ് പോസിറ്റീവാണ്, പക്ഷേ മേലോട്ട് പൊങ്ങും തോറും സ്ലോപ്പ് കൂടി വരും. അപ്പോൾ എ എന്ന ബോഡിക്കല്ലേ വലിയ സ്ലോപ്പ്, അപ്പോൾ എ എന്നുള്ള ബോഡിക്കാണ് വലിയ വെലോസിറ്റി. ആർക്കാ ഗ്രേറ്റർ വെലോസിറ്റി പറ? എ എന്ന ബോഡിക്ക്, കാരണം എ എന്നുള്ള ബോഡിക്ക് സ്ലോപ്പ് കൂടുതലാണ്. ഫൈൻഡ് ദി റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും വെലോസിറ്റികളുടെ റേഷ്യോ കാണണം. എങ്ങനെയാണ് എയുടെ വെലോസിറ്റി കാണുക?
വെലോസിറ്റി കാണാൻ സ്ലോപ്പ് കണ്ടാൽ മതി. സ്ലോപ്പ് കാണാൻ ആംഗിൾ തന്ന സ്ഥിതിക്ക് ആംഗിളിൻ്റെ ടാൻ കണ്ടാൽ മതി. ടാൻ 60, എയുടെ സ്ലോപ്പ് ടാൻ 60 √3. ഓക്കെ, √3 യൂണിറ്റ്സ് എന്നെഴുതുന്നു. പൊസിഷൻ മീറ്ററിലാണെന്നും ടൈം സെക്കൻഡിലാണെന്നൊന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ല, അതുകൊണ്ട് √3 യൂണിറ്റ്സ്. ബിയുടെ വെലോസിറ്റി കാണാൻ സ്ലോപ്പ് കണ്ടാൽ ടാൻ 30. എത്രയാണ് ടാൻ 30? 1/√3 യൂണിറ്റ്സ്. ഓക്കെ, ടാൻ 60 ടാൻ 30 വാല്യൂ ഉണ്ടെങ്കിൽ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചാൽ മതി. എന്നാലും ട്രിഗണോമെട്രി പഠിക്കാൻ നിങ്ങൾക്ക് അതൊക്കെ ബൈ ഹാർട്ട് ആയിരിക്കുമല്ലോ. നോക്കാം, റേഷ്യോ കാണാൻ പറഞ്ഞാൽ VA/VB കാണണം. VA/VB കാണുമ്പോൾ √3 ഡിവൈഡഡ് ബൈ 1/√3. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ √3 × √3/1 is equal to √3 × √3 the whole square, അഥവാ 3/1 അല്ലെങ്കിൽ 3. അപ്പോൾ നമുക്ക് VA/VB is equal to 3:1 എന്ന് എഴുതാം. ഓക്കെ, സോ സ്ലോപ്പ് കാണുക എക്സ് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് വെലോസിറ്റി കിട്ടും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഈസ് ഗിവൺ. ഒരു ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിരിക്കുന്നു. ആ ഗ്രാഫിൽ നിന്ന് ചോദ്യം എന്താണ്? വിച്ച് പോർഷൻ ഓഫ് ദി ഗ്രാഫ് റെപ്രസെൻറ്റ്സ് യൂണിഫോം റിട്ടാർഡേഷൻ? ഇതിലേതാണ് യൂണിഫോം റിട്ടാർഡേഷനെ കാണിക്കുന്നത്? റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കുറഞ്ഞു വരില്ലേ. ഇത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. നോക്കണം, വെലോസിറ്റി കൂടി വരുന്നു, അത് യൂണിഫോം ആക്സിലറേഷൻ. വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല, വെലോസിറ്റി കോൺസ്റ്റൻറ്റ്. വെലോസിറ്റി ചേഞ്ച് കൂടുന്നില്ല കുറയണില്ല, യൂണിഫോം വെലോസിറ്റി. ഇവിടെയല്ലേ വെലോസിറ്റി കുറഞ്ഞു വരണത്. അപ്പോൾ ഇതാണ് റിട്ടാർഡേഷൻ. ഏതാ പറയുക? ബി സി ആണ് റിട്ടാർഡേഷൻ. OA എന്താ? ആക്സിലറേഷനാണ്, യൂണിഫോം. AB എന്താ? യൂണിഫോം വെലോസിറ്റിയാണ്. OC എന്ന് പറയുന്ന ഒരു സെഷൻ ഇല്ലല്ലോ, അത് എക്സ് ആക്സിസ് അല്ലേ. ഓക്കെ, ശരി. ഫൈൻഡ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ടൈം 2 സെക്കൻഡ് ടു 7 സെക്കൻഡ്. രണ്ടാമത്തെ സെക്കൻഡ് മുതൽ 7ാമത്തെ സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കാണുക. ഏതാ ഗ്രാഫ്? VT ഗ്രാഫിൽ നിന്ന് എങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണുക? VT ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ മതി. അപ്പോൾ ഏത് ഏരിയ കാണണം? 2 സെക്കൻഡ് മുതൽ 7 സെക്കൻഡ് വരെ. അപ്പോൾ 2ാമത്തെ സെക്കൻഡ് മുതൽ 7ാമത്തെ സെക്കൻഡ് വരെയുള്ള ഈ പോർഷൻ്റെ ഏരിയ കണ്ടാൽ 2 മുതൽ 7 സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റായി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കാണുക? ഏരിയ കണ്ടാൽ മതി. എന്ത് ഷേപ്പാണ് ആ ഏരിയക്കുള്ളത്? ഈ ഷെയ്ഡ് ചെയ്ത ഏരിയ റെക്റ്റാങ്കിൾ അല്ലേ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. നോക്കിക്കോളൂ, ലെങ്ത് എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് ആണെങ്കിൽ 2 to 7, 2 മുതൽ 7 വരെ എന്ന് പറഞ്ഞാൽ 5 അല്ലേ അത്, ഇൻറ്റു. ഇനി ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് ആവട്ടെ, ഇത് 0യും ഇത് 6ഉം ആണ്. അപ്പോൾ 0 മുതൽ 6 വരെയാണ് 6. 5 × 6 30 ഡിസ്പ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് മീറ്റർ. ഈ ടൈം സെക്കൻഡിലാണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്, ഈ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിലാണ് എന്നും ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ ആൻസറിൻ്റെ യൂണിറ്റ് നമുക്ക് മീറ്റർ എന്ന് എഴുതാം. 2 മുതൽ 7 സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റേ ചോദിച്ചോളൂ, അതുകൊണ്ട് അത് മതി. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കാണുക? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ്. ഓക്കെ, ശരി. ഇനി ഈ ഗ്രാഫ് എങ്ങാനും താഴോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, താഴോട്ട് ഗ്രാഫ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏരിയ കാണുമ്പോൾ എക്സ് ആക്സിസുമായി കവർ ചെയ്യുന്ന ഏരിയ ഇങ്ങനെ കാണണം. അപ്പോൾ അത് നെഗറ്റീവ് ഏരിയയായി മാറും. ഇതൊക്കെ പോസിറ്റീവ് ഏരിയ, ഇത് നെഗറ്റീവ് ഏരിയ. അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവായി കണ്ടിട്ട് ആഡ് ചെയ്യണം, അപ്പോഴേ ഡിസ്പ്ലേസ്മെൻ്റ് ആവുള്ളൂ. ഓക്കെ, ശരി. ദെൻ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. AT ഗ്രാഫിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദി യൂസ് ഓഫ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്? നേരത്തെ പറഞ്ഞു, നമുക്ക് ഏത് സമയത്ത് ആക്സിലറേഷനും കാണാം, ഏരിയ കണ്ടാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടും, അങ്ങനെയുള്ള ഉപയോഗം. നേച്ചർ ഓഫ് മോഷൻ പറയാം. ഇതിൻ്റെ VT ഗ്രാഫ് വരയ്ക്കുക. നോക്കണം, ഒരു ഗ്രാഫ് തന്നിട്ട് XT ഗ്രാഫ് തന്നിട്ട് VT ഗ്രാഫ് വരയ്ക്കുക, VT ഗ്രാഫ് തന്നിട്ട് AT ഗ്രാഫ് വരയ്ക്കുക, AT ഗ്രാഫ് തന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ ഞാൻ വരച്ച് തന്ന, നേരത്തെ നമ്മുടെ സ്ലൈഡ് എടുക്കണം, നേരത്തെ നമ്മൾ എല്ലാ ഗ്രാഫുകളും ഈ രൂപത്തിൽ വരച്ചില്ലേ. നോക്കണം, യൂണിഫോം വെലോസിറ്റി പോസിറ്റീവിൻ്റെ ഈ ഗ്രാഫ് തന്നിട്ട് ഇത് ചോദിച്ചാൽ, ഇത് തന്നിട്ട് ഇത് ചോദിച്ചാൽ, അപ്പോൾ ഇതിങ്ങനെ റിലേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് AT ഗ്രാഫ് തന്നിട്ട് VT ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാലും, XT ഗ്രാഫ് തന്നിട്ട് VT ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാലും ഈ ടേബിൾ, ഈ കോളം ഓർമ്മയിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ വല്ല ബുദ്ധിമുട്ടാതെ, വല്ലാണ്ട് ആലോചിക്കാതെയൊക്കെ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ആ രീതിയിൽ നിങ്ങൾക്ക് വരക്കാം. ഇപ്പോൾ ഞാൻ തന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യനിൽ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാടാ? പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാ. ഇതിൽ ആദ്യത്തെ 0 മുതൽ 3 സെക്കൻഡ് വരെ AT ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെയല്ലേ. ഓക്കെ, എന്നിട്ട് ഏത് ഗ്രാഫാണ് വരക്കാൻ പറഞ്ഞത്? VT ഗ്രാഫാണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ VT ഗ്രാഫ് നോക്കി നോക്ക്. നമ്മൾ നേരത്തെ വരച്ച ഗ്രാഫുകളുടെ ചിത്രം എടുക്കുക. ഇതാ ഇവിടെ AT ഗ്രാഫ് നോക്കണം.
എ ടി ഗ്രാഫ് ഇങ്ങനെ വന്നാൽ യൂണിഫോം ആക്സിലറേഷൻ. ആ കേസിലെ വി ടി ഗ്രാഫ് ഇങ്ങനെയല്ലേ, കണ്ടോ? അടുത്തത് എ ടി ഗ്രാഫ് ഈ രീതിയിലാണ്. ഈ രീതിയിലാണ് എ ടി ഗ്രാഫ് എങ്കിൽ വി ടി ഗ്രാഫ് ഇങ്ങനെയല്ലേ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ പഠിപ്പിച്ച ആ കോളം വെച്ചുകൊണ്ട് തന്നെ എളുപ്പം മനസ്സിലാക്കാം. ഇതിൻ്റെ വി ടി ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3 സെക്കൻഡ് സമയം വരെ എ ടി ഗ്രാഫ് ഇങ്ങനെയാണ്. അപ്പോൾ വി ടി ഗ്രാഫ് ഈ രീതിയിലായിരിക്കും. ഓക്കെ, പിന്നെ 3 മുതൽ 6 സെക്കൻഡ് സമയം വരെ എ ടി ഗ്രാഫ് ഈ രീതിയിലാണ്. അപ്പോൾ വി ടി ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും. ഓക്കെ, പിന്നെ ഇതാണിപ്പോൾ വി ടി ഗ്രാഫ്. ഈ വെലോസിറ്റി എത്രയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഇതിൻ്റെ ഏരിയ കണ്ടാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടും. ഇതിൻ്റെ ഏരിയ കണ്ടോക്കൂ. ഏരിയ കണ്ടാൽ 0 മുതൽ 3 വരെ, 3 ഈ ഡിസ്റ്റൻസ് 3 ആക്കി എടുക്കുക. ഈ ഹൈറ്റ് എന്നുള്ളത് 4 ആക്കി എടുക്കുക. 0 to 4. അപ്പോൾ 4 × 3 12 ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി 12 ആണ്. ഈ ബോഡി റെസ്റ്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. പിന്നെ 3 സെക്കൻഡ് കഴിയുമ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി 4 × 3 12 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം മൂന്നാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി 12 ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഏരിയ കണ്ട ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടും. ചേഞ്ച് ഇൻ വെലോസിറ്റി 12 ആണ്. റെസ്റ്റ് എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ 3 സെക്കൻഡ് കഴിയുമ്പോൾ വെലോസിറ്റി 12 ആണ്. ഓക്കെ, സോ ഈ രീതിയിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനുമായി ബന്ധപ്പെട്ട് വരും. ഗ്രാഫ് തന്നിട്ട് ബോഡിയുടെ മോഷൻ ചോദിക്കുക, മോഷൻ പറഞ്ഞിട്ട് ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കുക. അതേപോലെ ഗ്രാഫ് തന്നിട്ട് സ്ലോപ്പ് കണ്ട് വെലോസിറ്റി കാണാൻ പറയുക, അല്ലെങ്കിൽ ഏരിയ കണ്ടിട്ട് ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ കാണാൻ പറയുക. ഒരു ഗ്രാഫ് തന്നിട്ട് മറ്റൊരു ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കുക. ഈ രീതിയിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. ശ്രദ്ധിക്കണേ, ഞാൻ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്ന് പറയട്ടെ. അതായത് നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യനല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ അടുത്ത 3ാമത്തെ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് എക്സാമിന് ഇടയ്ക്കൊക്കെ ചോദിക്കാനുള്ളതാണ്. ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ 3 ഗ്രാഫുകൾ വരയ്ക്കാം. ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ എക്സ് ടി ഗ്രാഫ്, വി ടി ഗ്രാഫ്, എ ടി ഗ്രാഫ്. ഫ്രീലി ഫാളിംഗ് ബോഡി പറഞ്ഞാൽ ഒരു ഹൈറ്റിൽ നിന്ന് എർത്തിൻ്റെ അട്രാക്ഷൻ കൊണ്ട് മാത്രമായി താഴോട്ട് വീഴുന്ന ബോഡി. ആ ബോഡിയുടെ എക്സ് ടി ഗ്രാഫ് വരയ്ക്കാൻ പറയുമ്പോൾ ശ്രദ്ധിക്കണേ, താഴോട്ടല്ലേ വീഴുന്നത്. അപ്പോൾ നെഗറ്റീവ് ഡയറക്ഷൻ. താഴോട്ട് വരുംതോറും വെലോസിറ്റി കൂടി കൂടി വരിക. അപ്പോൾ ആക്സിലറേഷൻ, യൂണിഫോം ആക്സിലറേഷൻ, നെഗറ്റീവ് ഡയറക്ഷൻ. യൂണിഫോം ആക്സിലറേഷൻ, നെഗറ്റീവ് ഡയറക്ഷൻ നമ്മൾ നേരത്തെ ഇങ്ങനെ വരച്ചില്ലേ. ഓക്കെ, അതേപോലെ താഴോട്ട് വരുന്നൊരു ബോഡിയുടെ വി ടി ഗ്രാഫ് വരയ്ക്കുമ്പോൾ താഴോട്ട് വരുംതോറും വെലോസിറ്റി കൂടി കൂടി വരിക. പക്ഷേ നെഗറ്റീവ് ഡയറക്ഷനിലല്ലേ വെലോസിറ്റി കൂടി കൂടി വരുന്നത്. നമ്മൾ വി ടി ഗ്രാഫ് നേരത്തെയൊക്കെ വരച്ചപ്പോൾ ഇങ്ങനെ വരച്ചു. ഇങ്ങനെ വരച്ച വെലോസിറ്റി, ഈ രൂപത്തിൽ വരച്ച വെലോസിറ്റി കൂടി കൂടി വരുന്നേ, പക്ഷേ പോസിറ്റീവിലാണ് കൂടി കൂടി വരുന്നത്. അങ്ങനെ ആകാൻ പാടില്ല. ഇത് താഴോട്ടാകുമ്പോൾ വെലോസിറ്റി നെഗറ്റീവാണ്. നെഗറ്റീവ് വെലോസിറ്റി കൂടി കൂടി വരണം എന്നുണ്ടെങ്കിൽ ഈ ക്വാഡ്രൻറ്റിൽ ഇങ്ങനെ വരക്കാം. നെഗറ്റീവ് വെലോസിറ്റി കൂടി കൂടി വരും. ഓക്കെ, പിന്നെ എ ടി ഗ്രാഫ് താഴോട്ടാണ് വരുന്നത്. യൂണിഫോം ആക്സിലറേഷനാണ്. യൂണിഫോം ആക്സിലറേഷൻ ആകുമ്പോൾ എ ടി ഗ്രാഫ് വരക്കുമ്പോൾ നെഗറ്റീവാണ് ആക്സിലറേഷൻ. അതുകൊണ്ട് യൂണിഫോം ആക്സിലറേഷൻ നെഗറ്റീവ് ഈ രീതിയിൽ ഇങ്ങനെ വരക്കാം. ഓക്കെ, അപ്പോൾ ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ എക്സ് ടി ഗ്രാഫ്, വി ടി ഗ്രാഫ്, എ ടി ഗ്രാഫ് ഈ രീതിയിൽ വരക്കാവുന്നതാണ്. അപ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചില ആളുകൾക്ക് ഭയങ്കര പ്രയാസമായി തോന്നും. അത്ര തന്നെ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. ഗ്രാഫിൽ നിന്ന് ചില കൊല്ലങ്ങളിൽ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ചില കൊല്ലങ്ങളിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും. എന്തായാലും ഒന്ന് മനസ്സിരുത്തി പഠിച്ചാൽ വലിയ പ്രയാസമല്ലാതെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ 3ാമത്തെ സെഷനിലേക്ക് കടക്കുകയാണ് നമ്മൾ. കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. യൂണിഫോം ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്ന ബോഡിയുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ, ചലന സമവാക്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന 3 ഇക്വേഷൻസ്. ഏതൊക്കെയാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന 3 ഇക്വേഷൻസ്? ഒന്ന്, വി ഈക്വൽസ് യു പ്ലസ് എ ടി. രണ്ടാമത്തെ ഇക്വേഷൻ എസ് ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. മൂന്നാമത്തെ ഇക്വേഷൻ വി സ്ക്വയർ ഈക്വൽസ് യു സ്ക്വയർ പ്ലസ് 2as. ഓരോ ലെറ്ററും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറയടാ. യു ഇനീഷ്യൽ വെലോസിറ്റി, വി ഫൈനൽ വെലോസിറ്റി, എ ആക്സിലറേഷൻ, ടി ടൈം, എസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ചിലപ്പോൾ ഈ ഫോർമുലകളെ ഇങ്ങനെ പറയുന്നതിന് പകരം ഫൈനൽ വെലോസിറ്റി വി, ഇനീഷ്യൽ വെലോസിറ്റി v0 എന്ന് പറയാറുണ്ട്. അങ്ങനെയും പറയും. ഡിസ്പ്ലേസ്മെൻറ്റിന് എസിന് പകരം എക്സ് എന്ന് എഴുതാറുണ്ട്. അപ്പോൾ അവിടെ v0t പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയും. ദെൻ ഫൈനൽ വെലോസിറ്റി വി, ഇനീഷ്യൽ വെലോസിറ്റി v0, ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ്, ഈ രീതിയിൽ എഴുതാറുണ്ട്. ഓക്കെ, ഈ ഇക്വേഷന് നമ്മൾ വിളിക്കുന്ന പേര്, ഈ ഇക്വേഷനുകൾ അറിയപ്പെടുന്ന പേര് ഒന്നുകൂടി ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ഇതിന് നമ്മൾ വെലോസിറ്റി ടൈം റിലേഷൻ എന്ന് പറയും.
വെലോസിറ്റി ടൈം റിലേഷൻ. ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ. ഇതോ വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ. ഓക്കെ, ഇത് യൂണിഫോമിലി ആക്സലറേറ്റ് ചെയ്യുന്ന ബോഡിയുടെ 3 ഇക്വേഷൻസ് ഓഫ് മോഷനാണ്. ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം എന്നതിന് പകരം പൊസിഷൻ ടൈം എന്നും പറയും. ചേഞ്ച് ഇൻ പൊസിഷൻ ആണല്ലോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നത്. അല്ലെങ്കിൽ ഇതിന് വെലോസിറ്റി പൊസിഷൻ റിലേഷൻ അങ്ങനെയും പേര് പറയും. ആദ്യത്തെ 2 ഇക്വേഷനിലും ടൈം ഉണ്ട്, മൂന്നാമത്തെ ഇക്വേഷനിൽ ടൈം ഇല്ല. അപ്പോൾ ടൈം കാണാൻ ഈ 2 ഇക്വേഷൻ ഉപയോഗിക്കാം. ഓക്കെ, ദെൻ ഈ ഇക്വേഷൻസ് എല്ലാം ബൈഹാർട്ട് ആക്കിയാൽ മാത്രം പോരാ, എല്ലാം ഡിറൈവ് ചെയ്ത് പഠിക്കണം. ഈ ചാപ്റ്ററിലെ 3 ഡെറിവേഷനുകളാണ് ഈ 3 ഫോർമുലകളുടെ ഡെറിവേഷൻ. ആ 3 ഫോർമുലകളുടെ ഡെറിവേഷനും വളരെ സിമ്പിളായി കുറഞ്ഞ സ്റ്റെപ്പുകളിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മളിതാ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ 3 ഇക്വേഷൻസും ഡിറൈവ് ചെയ്യാൻ നമ്മൾ വി ടി ഗ്രാഫാണ് വരക്കേണ്ടത്. 3നും വി ടി ഗ്രാഫ് വരക്കാം. വി ടി ഗ്രാഫ് വരക്കാൻ നിങ്ങൾക്ക് അറിയാലോ, ഇത് വി, ഇത് ടി. എങ്ങനെയാണ് മൂവ് ചെയ്യണത്? യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ പോസിറ്റീവോ നെഗറ്റീവോ ആകാം, പോസിറ്റീവ് ആയിക്കോട്ടെ. നമ്മൾ ഇങ്ങനെയല്ലേ വരച്ചത് യൂണിഫോം ആക്സിലറേഷൻ്റെ വി ടി ഗ്രാഫ്. ഷേപ്പ് മനസ്സിരുത്തി പഠിക്കണേ. വെലോസിറ്റി കൂടി വരുന്നു, അപ്പോൾ ആക്സിലറേഷൻ, യൂണിഫോം ആക്സിലറേഷൻ. പക്ഷെ ഇങ്ങനെ വരച്ചാൽ 0യിൽ നിന്നല്ലേ തുടങ്ങിയത്, അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിപ്പോവും. നമുക്കിവിടെ ഇനീഷ്യൽ വെലോസിറ്റി u എന്ന് കിട്ടണം. അപ്പോൾ ഷേപ്പ് ഇത് തന്നെ, പക്ഷെ ഒറിജിന് തുടങ്ങാതെ ഇവിടുന്ന് തുടങ്ങും. അപ്പോൾ ഇതാകട്ടെ നമ്മുടെ ഷേപ്പ്. ആദ്യം വരച്ചത് വേണ്ട, ഈ വരച്ച ഗ്രാഫ് വേണ്ട. ഓക്കെ, മൊത്തത്തിൽ പോകൂലേ. നമുക്ക് ഇറേസർ എടുക്കണം. ഓക്കെ, ഇത് ഈ രൂപത്തിലാണ് നമ്മുടെ ഗ്രാഫ് വരക്കേണ്ടത്. ഇതാണ് 3 ഇക്വേഷനും വേണ്ടി വരക്കേണ്ട ഗ്രാഫ്. അപ്പോൾ ഇത് ഇനീഷ്യൽ വെലോസിറ്റി എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ u എന്ന് എഴുതുക. ഓക്കെ, ഇത് ഇനീഷ്യൽ വെലോസിറ്റി u, ഇത് ഫൈനൽ വെലോസിറ്റി v, ദെൻ ഇത് t എന്നുള്ള ടൈം ഈ ഭാഗത്ത് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് 3 ഇക്വേഷനും ഡിറൈവ് ചെയ്യാൻ വേണ്ടി ഗ്രാഫ് വരക്കേണ്ടത്. സിമ്പിൾ അല്ലേ ഗ്രാഫ് വരക്കാൻ? വി ടി ഗ്രാഫ് u v 0 t ഷേപ്പ് ഇങ്ങനെ. ഇനി ആ 3 ഇക്വേഷൻസും ഞാൻ ഡിറൈവ് ചെയ്ത് കാണിക്കുകയാണ്. ഒന്നാമത്തെ ഇക്വേഷൻ വെലോസിറ്റി ടൈം റിലേഷൻ ഗ്രാഫ് ഞാൻ വരച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, സിമ്പിളായി പഠിക്കണം. ആദ്യം ആക്സിലറേഷൻ കാണാൻ നമുക്ക് സ്ലോപ്പ് കണ്ടാൽ മതിയില്ലേ. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കട്ടോ, ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു സ്ലോപ്പ് എക്സ്. നമുക്ക് വി ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ ആക്സിലറേഷൻ ആയില്ലേ. ആക്സിലറേഷനെ എ എന്ന് എഴുതാം. സ്ലോപ്പ് എങ്ങനെ കാണും? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ആരാ y2 മൈനസ് y1 പറ? v മൈനസ് u ബൈ x2 മൈനസ് x1 t മൈനസ് 0. t മൈനസ് 0 എന്ന് പറഞ്ഞാൽ t അല്ലേ. ആ t ഇങ്ങോട്ട് എടുത്താലോ, a ഇൻറ്റു ടി ഈക്വൽസ് v മൈനസ് യു. ആ മൈനസ് യു ഇങ്ങോട്ടെടുത്താൽ എ ടി പ്ലസ് യു ഇസ് ഈക്വൽ ടു വി നായില്ലേ. എടാ എ ടി പ്ലസ് യു എന്നല്ലേ യു പ്ലസ് എ ടി പറഞ്ഞാൽ. ഇങ്ങോട്ട് വായിച്ചോ, വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. കഴിഞ്ഞില്ലേ? 4 വരി. സിമ്പിൾ, വളരെ സിമ്പിളായി പഠിക്കുക. ഒന്നാമത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് നോക്കുക. എന്നിട്ട് വീഡിയോ നോക്കാതെ നമ്മൾ ഒരു പേപ്പറും പെന്നും എടുത്ത് എഴുതി നോക്കുക. വളരെ കുറഞ്ഞ സമയത്ത് സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ഈ ഡെറിവേഷൻ പഠിച്ചെടുക്കാൻ പറ്റും. എന്നാൽ രണ്ടാമത്തെ ഇക്വേഷൻ നോക്കിയാലോ. ഏതാ രണ്ടാമത്തെ ഇക്വേഷൻ? ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ. ഗ്രാഫ് ഇത് തന്നെ. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ നോക്കടാ, ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ നമ്മൾ ഏരിയ അണ്ടർ ദി ഗ്രാഫ് അല്ലേ കാണേണ്ടത്. വി ടി ഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ പറഞ്ഞാൽ ഏരിയ കാണണം. ഞാൻ ഈ ഗ്രാഫിൻ്റെ താഴെയുള്ള പോർഷൻ്റെ ഏരിയ കാണുമ്പോൾ ഈ താഴെയുള്ള പോർഷനെ ഞാൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവുക. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ ഇതൊരു റെക്റ്റാങ്കിളായി. ഓക്കെ, ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണുക. അതോടൊപ്പം മറ്റൊരു ട്രയാങ്കിളും കൂടി നമുക്കിവിടെ കിട്ടും. ഇതൊരു ട്രയാങ്കിളായി. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും ട്രയാങ്കിളിൻ്റെ ഏരിയയും സെപ്പറേറ്റായി കണ്ടിട്ട് ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ഏരിയയായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ലൈനും കൂടി ഗ്രാഫിൽ വരച്ചു വെച്ചാൽ എളുപ്പമായി. എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റിനെ എസ് എന്നല്ലേ എഴുതുക? ഏരിയ കാണുമ്പോൾ ആദ്യം റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നോക്കണം. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. എത്രയാണ് ഈ ദൂരം? ഇത് ശ്രദ്ധിക്കട്ടോ, ദൂരം നോക്കണം. ഇത് 0, ഇത് u. 0 മുതൽ u വരെ എന്ന് പറഞ്ഞാൽ u അല്ലേ. ഇത് 0, ഇത് t. 0 മുതൽ t വരെ എന്ന് പറഞ്ഞാൽ t അല്ലേ. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ u ഇൻറ്റു t. ഈ ഹൈറ്റ് u ആണ്, ഇത് t ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ut. അത് ട്രയാങ്കിളിൻ്റെ ഏരിയ. ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ ഹാഫ് ബി എച്ച് അല്ലേ. ബി എന്ന് പറയുമ്പോൾ ബേസ്. എത്രയാണ് ഈ ദൂരം? ഈ ഡിസ്റ്റൻസ് t അല്ലേ. അപ്പോൾ ഈ ദൂരവും t ആണ്. ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു
ഇനി ഹൈറ്റ്, ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ്. ഇത് യു, ഇത് വി. അപ്പോൾ എത്രയാ ഈ ഹൈറ്റ് വരിക? വി മൈനസ് യു. അപ്പോൾ ഹാഫ് ടി ഇൻറ്റു വി മൈനസ് യു. ഓക്കെ, എസ് ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് ടി ഇൻറ്റു വി മൈനസ് യു. യു ടി പ്ലസ് ഹാഫ് ടി ഇൻറ്റു എന്താണ് വി മൈനസ് യു? നേരത്തെ പഠിച്ചില്ലേ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വി മൈനസ് യു ബൈ ടി. അപ്പോൾ ടി ഇങ്ങോട്ട് വന്നാൽ എ ടി ഈക്വൽസ് വി മൈനസ് യു. അപ്പോൾ വി മൈനസ് യുവിന് പകരം എ ടി എന്ന് കൊടുത്തൂടെ? അങ്ങനെ ആയാൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞില്ലേ? യു ടി പ്ലസ് ഹാഫ് എ ടി ഇൻറ്റു ടി, ടി സ്ക്വയർ. 3 വരിയിൽ ഇക്വേഷൻ അവസാനിച്ചു. ഓക്കെ, എസ് ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. സിമ്പിളായി ഡിറൈവ് ചെയ്യുക. ഓക്കെ, ദെൻ ഗോ ടു ദി തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ, വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ. ഗ്രാഫിൽ തന്നെ വരച്ചു. ഇവിടെ ഞാൻ ഒന്നുകൂടി സിമ്പിളാക്കി ഒന്ന് കാണിക്കാം. എങ്ങനെ അറിയും? നമ്മളിപ്പോൾ നേരത്തെ ആക്സിലറേഷൻ കാണാൻ സ്ലോപ്പ് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് വി ഈക്വൽസ് യു പ്ലസ് എ ടി എന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്തില്ലേ? ഓക്കെ, ആ സ്റ്റെപ്സ് വേണമെങ്കിൽ ഒന്നുകൂടി ചെയ്താൽ, അല്ലെങ്കിൽ സിമ്പിളായി ഇത് മാത്രമല്ല. ആക്സിലറേഷൻ ഈക്വൽ ടു സ്ലോപ്പ്, വി ഈക്വൽ ടു യു പ്ലസ് എ ടി. സ്ക്വയർ ചെയ്യുക. 2 ഭാഗവും നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ സിമ്പിളായി കിട്ടി. വി സ്ക്വയർ ഈക്വൽ ടു യു പ്ലസ് എ ടിയുടെ സ്ക്വയർ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. എക്സ്പാൻഡ് ചെയ്യാൻ അറിയില്ലേ? യു പ്ലസ് എ ടി ദി ഹോൾ സ്ക്വയർ ആട്ടോ. എന്താ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പറയും? എ സ്ക്വയർ, ഒന്നാമത്തെ ടേമിൻ്റെ സ്ക്വയർ, പ്ലസ് 2ab, 2 ഇൻറ്റു ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം, 2 ഇൻറ്റു അര ഫസ്റ്റ് ടേം യു, അര സെക്കൻഡ് ടേം എ ടി. അപ്പോൾ യു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ഇനി ബി സ്ക്വയർ, രണ്ടാമത്തെ ടേം, അര രണ്ടാമത്തെ ടേം എ ടി, എ ടി ദി ഹോൾ സ്ക്വയർ. എ ടി ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്കും സ്ക്വയർ ഉണ്ട്, ടി എന്നതിനും സ്ക്വയർ ഉണ്ട്. എ സ്ക്വയർ ടി സ്ക്വയർ. ഓക്കെ, യു സ്ക്വയർ പ്ലസ് 2u എ ടി പ്ലസ് എ സ്ക്വയർ ടി സ്ക്വയർ. ദെൻ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ്, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ ടേമിൽ നിന്ന് 2a കോമൺ ആക്കി എടുത്താൽ ബാക്കി യു ടി എന്നല്ലേ ഉള്ളത്. ഓക്കെ, ഈ ടേമിൽ നിന്ന് 2a കോമൺ ആക്കി എടുക്കാൻ 2 ഇല്ല, എ ഉണ്ട്. പക്ഷെ ഞാനൊരു 2 എടുത്തിട്ടുണ്ട്. എ സ്ക്വയർ എന്നൊരു എ ഉണ്ട്. അപ്പം ഇനി ബാക്കി ഒരു എ ഉണ്ട്, പിന്നെ ടി സ്ക്വയർ ഉണ്ട്. ഇനി ഇവിടെ 2 പുറത്തേക്ക് എടുത്തു, പക്ഷെ ഇവിടെ 2 ഇല്ല. അപ്പോൾ ആ 2 കളയാൻ ഒരു ബൈ 2 കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് ബൈ 2 ഞാൻ കൊടുക്കുകയാണെങ്കിൽ ബൈ 2 ഇങ്ങനെ വരും. നോക്കണം, നിങ്ങൾക്ക് ഈ ഡെറിവേഷൻ്റെ ഈ ഭാഗം 2a കോമൺ ആക്കി എടുത്തത് പ്രയാസം തോന്നിയില്ലേ? തോന്നും. പക്ഷേ ആ പ്രയാസം ഒഴിവാക്കാൻ ഞാനൊരു ഷോർട്ട് കട്ട് പറയാം. 2a കോമൺ ആക്കി എടുക്കുന്ന സ്റ്റെപ്പ് ഇത് പിന്നെയും കുഴപ്പമില്ല, സ്ക്വയർ ചെയ്യും. 2a കോമൺ ആക്കി എടുത്തത് ബുദ്ധിമുട്ടായി എന്ന് തോന്നും, പക്ഷെ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്താണ്? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2a. ഇനി എന്താ വേണ്ടത്? എസ് അല്ലേ? എസ് ആരാ? ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താ എസ് കാണാൻ ഫോർമുല പഠിച്ചത്? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ആ എസിൻ്റെ ഇക്വേഷനല്ലേ ഈ എഴുതിയത്? യു ടി പ്ലസ് ഈ ബൈ 2 എന്നുള്ളതിനെ 1/2 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഈ എഴുതിയത് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ? അപ്പോൾ സിമ്പിളായി വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എഴുതുക, സ്ക്വയർ ചെയ്യുക. ഈ സ്റ്റെപ്പ് മര്യാദക്ക് പഠിക്കുക. എന്നിട്ട് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2a. എന്താ ബ്രാക്കറ്റിൽ വരിക? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ആരാ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ? എസ്, ഡിസ്പ്ലേസ്മെൻറ്റ്. സോ 3 ഇക്വേഷൻസും നമ്മൾ അടിപൊളിയായി സിമ്പിളായി കുറഞ്ഞ സ്റ്റെപ്പുകളിൽ ഡിറൈവ് ചെയ്ത് അവസാനിപ്പിച്ചു. ഈ 3 ഡെറിവേഷൻ വളരെ പ്രധാനപ്പെട്ടത്. ഈ ചാപ്റ്ററിൽ 4ാമതൊരു ഡെറിവേഷൻ നമുക്ക് പഠിക്കാനില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് പഠിക്കാം. ഓക്കെ ഓക്കെ നമ്മളിനി നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നോക്കുന്നു. നോക്കടാ, നമ്മളൊരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ കേസിൽ ഈ 3 ഇക്വേഷൻസ് എങ്ങനെ എഴുതാം എന്ന് നോക്കാം. ആ ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ കേസിൽ 3 ഇക്വേഷൻസ് എഴുതുന്നത് നോക്കുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പഠിപ്പിക്കാം, നോക്കിക്കോളൂ. അതായത് ഈ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. എന്നിട്ട് ഞാൻ ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ കാര്യത്തിലേക്ക് വരാം. അതായത് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്ത് പഠിക്കുകയാണ് ഇനി പ്രധാനമായും വേണ്ടത്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഒരു ബോഡിയെ സംബന്ധിച്ച് ആ പ്രോബ്ലത്തിൽ പറയുമ്പോൾ ബോഡി സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പ്രോബ്ലത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആക്കി എടുക്കണം. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആകുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0. ഫ്രീലി ഫാളിംഗ് ബോഡി ആകുമ്പോഴും ഇനീഷ്യൽ വെലോസിറ്റി 0, മറക്കരുതേ. ഓക്കെ, ദെൻ മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡി കമ്മിങ് ടു റെസ്റ്റ് അല്ലെങ്കിൽ ബ്രോട്ട് ടു റെസ്റ്റ് അങ്ങനെ പറയുമ്പോൾ റെസ്റ്റിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഫൈനൽ വെലോസിറ്റി 0.
ഒരു കല്ല് മേലോട്ടെറിഞ്ഞ കല്ല് ടോപ്പിലെത്തുമ്പോൾ വെലോസിറ്റി 0. ഓക്കെ, അപ്വേർഡ് മോഷൻ ഓഫ് എ ബോഡി ത്രോൺ അപ്പ്. ഓക്കെ, ഒരു ബോഡി മേലോട്ടുള്ള മോഷനിൽ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? 0. ഇനി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്തിയാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താവും? 0. ഓക്കെ, ഒരു ഹൈറ്റ് നോക്കണം, ഇതൊരു ഹൈറ്റായി കൺസിഡർ ചെയ്യുക. ഇവിടുന്ന് ഒരു കല്ല് മേലോട്ടെറിഞ്ഞു. ഓക്കെ, ആ കല്ല് അവിടെ തന്നെ വന്ന് വീണു. അങ്ങനെ വരുമ്പോൾ ആ കല്ലിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായി? 0. ഓക്കെ, എന്നാൽ ശ്രദ്ധിക്കേണ്ടത്, ഇതേ ഹൈറ്റിൽ നിന്ന് ഒരു കല്ല് താഴോട്ടിട്ടു എന്ന് കരുതുക. ഓക്കെ, ഈ താഴോട്ടിടുന്ന കേസിൽ അതേപോലെ ഇതേ ഹൈറ്റിൽ നിന്ന് ഒരു കല്ല് മേലോട്ടെറിഞ്ഞിട്ട് അത് താഴെ വന്ന് വീണു. ഓക്കെ, ഇങ്ങനത്തെ കേസിലൊക്കെ ഈ കേസിൽ രണ്ട് കേസിലും ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ ഹൈറ്റ് ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? ഹൈറ്റ്. പക്ഷേ ആ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ താഴോട്ടായത് കാരണം ആ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ -h എന്നെടുക്കണം. ഓക്കെ, ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് 0, ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ ഈ ഹൈറ്റ്, ഇവിടെയും ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ ഹൈറ്റാണ്. പക്ഷേ ഹൈറ്റ് താഴോട്ടായതുകൊണ്ട് -h എന്ന രീതിയിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ എടുക്കണം. ഓക്കെ, ഇനി അതേപോലെ ഇത് ഈ ബോഡികളുടെയൊക്കെ കേസിൽ ഈ ബോഡി ആക്സിലറേഷൻ എഴുതുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയതുകൊണ്ട് G എന്ന് എഴുതണം. ആ G തന്നെ -G എന്ന് എഴുതണം, താഴോട്ടായതുകൊണ്ട് മൈനസ്. ഓക്കെ, ഈ രണ്ട് കേസിലും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്, മോഷൻ അണ്ടർ ഗ്രാവിറ്റിയാണ്. ഓക്കെ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എഴുതുക. എക്സാമിന് എപ്പോഴും ചോദിക്കും, ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എഴുതുക. V = U + AT എന്നുള്ള ഇക്വേഷൻ ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ കാര്യത്തിൽ എഴുതുകയാണെങ്കിൽ V = U0 അല്ലേ, എ എന്നുള്ളിടത്ത് G എന്ന് എഴുതാം, GT വേണമെങ്കിൽ -GT എന്നും എഴുതാം, ആ ഡയറക്ഷൻസ് അത് സൂചിപ്പിച്ചുകൊണ്ട്. അപ്പോൾ V = GT അല്ലെങ്കിൽ -GT. S = UT + ½ AT² എന്ന രീതിയിൽ ആ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ S = U എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 0 × T അതില്ല, ½ × A എന്ന് പറയുന്നത് GT² വേണമെങ്കിൽ മൈനസ് സൈൻ കൊടുക്കാം. ഓക്കെ, S = ½ GT². ദെൻ V² = U² + 2AS. എങ്ങനെ എഴുതാം? V² = U0 ആണ്. അപ്പോൾ 2 × A എന്നുള്ളതിന് പകരം G, S പിന്നെ അങ്ങനെ തന്നെ കൊടുക്കുക, എസിന് പകരം H എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ S തന്നെ എഴുതാം അല്ലെങ്കിൽ H എന്ന് എഴുതാം. ഇവിടെ G സൈൻ കൊടുക്കുകയാണെങ്കിൽ G മൈനസ് ആയിരിക്കും, ഡിസ്പ്ലേസ്മെൻറ്റും എന്തായിരിക്കും? താഴോട്ടാകുമ്പോൾ മൈനസ് പ്ലസ് ആവും. അപ്പോൾ ആ രണ്ട് സൈൻ നമുക്ക് ഒഴിവാക്കിയിട്ട് 2GS എന്ന രീതിയിൽ എഴുതാം. ഓക്കെ, സൈൻ കൊടുക്കുന്നത് ഇനി ഒഴിവാക്കിയിട്ട് അതിൻ്റെ എവിടെ ഇപ്പോൾ V = GT, S = ½ GT² അങ്ങനെ എഴുതിയാലും വിരോധമൊന്നുമില്ല. ഓക്കെ, ശരി, നമ്മൾ മേലോട്ടുള്ള ഡയറക്ഷനൊക്കെ പോസിറ്റീവും താഴോട്ടുള്ളതൊക്കെ നെഗറ്റീവായി സൈൻ കൺസിഡർ ചെയ്തതുകൊണ്ടാണ് ആ രീതിയിൽ സൈനൊക്കെ കൊടുത്ത് ഈ രൂപത്തിൽ എഴുതിയത്. അപ്പോൾ ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എഴുതാൻ ചോദിച്ചാൽ നിർബന്ധമായും ഈ രീതിയിൽ എഴുതിയിരിക്കണം. ദെൻ പിന്നെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പ്രോബ്ലം ചോദിക്കുന്ന മറ്റൊന്നാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്താണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്? നോക്കട്ടെ, ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം അല്പദൂരം കൂടി മുന്നോട്ട് പോയിട്ടാണ് ആ വാഹനം നിൽക്കുന്നത്. സോ ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം റെസ്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ വണ്ടി സഞ്ചരിക്കുന്ന ദൂരം, അതാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഓക്കെ, എന്താണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്നുള്ളത് എക്സാമിന് ചോദിക്കാറുണ്ട്. മറക്കരുത്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വെൻ ബ്രേക്സ് വെർ അപ്ലൈഡ് ടു എ മൂവിംഗ് വെഹിക്കിൾ ദ ഡിസ്റ്റൻസ് ട്രാവൽ ബിഫോർ സ്റ്റോപ്പിംഗ് ഈസ് കോൾഡ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ആഫ്റ്റർ അപ്ലൈയിങ് ബ്രേക്ക് ബിഫോർ കമ്മിങ് ടു റെസ്റ്റ്, ആ ഡിസ്റ്റൻസിനെയാണ് എന്ത് വിളിക്കുക? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല എഴുതാനും ചോദ്യം വരാറുണ്ട്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ ഫോർമുല നമുക്ക് സിമ്പിളായിട്ട് ഫോർമുല ബൈ ഹാർട്ട് ആക്കുകയാണെങ്കിൽ ഇങ്ങനെ പഠിക്കാം, -U² / 2A. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല എങ്ങനെയാണ് ആ ഇക്വേഷൻ ഉണ്ടായത്? V² = U² + 2AS. വാഹനം ബ്രേക്ക് അപ്പ് ചെയ്ത് നിൽക്കാൻ പോവുക. അപ്പോൾ ഫൈനൽ വെലോസിറ്റി 0, 0², 0. ഇനീഷ്യൽ വെലോസിറ്റി U² + 2AS. ഈ S ആണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അപ്പോൾ U² ഇങ്ങോട്ട് വരുമ്പോൾ -U² = 2AS. അപ്പോൾ ആ S അവിടെ നിർത്തി 2A ഇങ്ങോട്ട് വന്ന -U² / 2A = S. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഫോർമുല ബൈ ഹാർട്ട് ആക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഫോർമുല ഈ രീതിയിൽ എക്സാം ഹാളിൽ നിന്ന് ഉണ്ടാക്കി എഴുതുകയും ചെയ്യാം, -U² / 2A. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻസ് വെച്ച് ഒരു പ്രോബ്ലം നോക്കാം. എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് എ വെലോസിറ്റി ഓഫ് 20 m/s ഫ്രം ദി ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്ന് ഒരു ബോൾ മേലോട്ടെറിഞ്ഞു.
ദ ഹൈറ്റ് ഓഫ് ദി പോയിന്റ് ഫ്രം വേർ ദി ബോൾ ഈസ് ത്രോൺ ഈസ് 25 മീറ്റർ ഫ്രം ദി ഗ്രൗണ്ട്. ആ ബോൾ എറിഞ്ഞ പോയിന്റിലേക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ഹൈറ്റ് 25 മീറ്ററാണ്. ചോദ്യം എന്താ? ഹൗ ഹൈ വിൽ ദി ബോൾ റൈസ്? എത്ര ഹൈറ്റിലേക്ക് ആ ബോൾ പൊങ്ങും? രണ്ട്, ഹൗ ലോങ് വിൽ ഇറ്റ് ബി ബിഫോർ ദി ബോൾ ഹിറ്റ്സ് ദി ഗ്രൗണ്ട്? ബോൾ താഴെ എത്തുന്നതിന് മുമ്പ് എത്ര സമയം എയറിൽ ഉണ്ടാവും, എത്ര ടൈം എടുക്കും? ഇതാണ് രണ്ട് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എത്ര ഹൈറ്റിലേക്ക് ബോൾ പൊങ്ങും? നോക്കണം, ഈ ശ്രദ്ധിക്കണേ, ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്നാണ്, ഇതാണ് ബിൽഡിംഗ് എന്ന് കരുതുക. ഈ ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്നാണ് ബോൾ മേലോട്ടെറിഞ്ഞത്. ആ മേലോട്ടെറിഞ്ഞ ബോൾ മേലെ പോയി ഇങ്ങനെ താഴെ വന്ന് വീഴും. ഓക്കെ, ആ എറിഞ്ഞ പോയിന്റിലേക്കുള്ള ഉയരം എന്ന് വെച്ചാൽ ബിൽഡിങ്ങിൻ്റെ ഉയരം പോലെ കരുതാം. ഓക്കെ, എത്രയാണ്? ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 25 മീറ്റർ ഉയരത്തിൽ നിന്നാണ് എറിഞ്ഞത്. ഒന്നാമത്തെ ചോദ്യം, എത്ര ഹൈറ്റിലേക്ക് ഇത് പൊങ്ങും? ഇവിടുന്നാണ് എറിഞ്ഞത്, ഈ ഹൈറ്റാണ് കാണേണ്ടത്. ഇവിടുന്ന് എറിഞ്ഞ വെലോസിറ്റി 20. ഈ ബോൾ എറിഞ്ഞ ടോപ്പിലെത്തുമ്പോൾ വെലോസിറ്റി 0 ആകൂലേ? അപ്പോൾ നമുക്ക് ആ ഹൈറ്റ് കാണാൻ v² = u² + 2as എന്നുള്ള ഫോർമുല ഉപയോഗിക്കാം. ടോപ്പിലെത്തുമ്പോൾ വെലോസിറ്റി 0, എറിഞ്ഞ വെലോസിറ്റി 20 ആണ്. അപ്പോൾ 20ൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എയുടെ വാല്യൂ -g എന്ന് എടുക്കണം. -g മറക്കരുത്, -9.8. 9.8ന് പകരം 10 എടുത്തിട്ടും ചെയ്യാം. ഓക്കെ, 10 എടുക്കാൻ വേണ്ടി ക്വസ്റ്റ്യനിൽ പറഞ്ഞാലാണ് 10 ശരിക്കും എടുക്കേണ്ടത്. അതല്ല, 9.8ന് പകരം 10 എടുത്ത് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മൾ കാൽക്കുലേറ്ററൊക്കെ ഉള്ള സ്ഥിതിക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ, മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് അറിയുന്ന സ്ഥിതിക്കും നമുക്ക് അങ്ങനെ തന്നെ എടുക്കുന്നതിൽ വിരോധമില്ല. അങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ ഹൈറ്റ്, ആ ഹൈറ്റാണ് നമുക്ക് കാണേണ്ടത്. ഈ ഉയരം, ഈ ഹൈറ്റ് എന്ന് എഴുതേണ്ട, എസ് തന്നെ ആയിക്കോട്ടെ, ആ ഹൈറ്റാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് 20² എന്ന് പറയുമ്പോൾ 400 എന്ന് എഴുതാം. 2 ഇൻറ്റു -9.8 എന്ന് പറയുമ്പോൾ -19.6 ഇൻറ്റു എസ്. ഓക്കെ, ആ -19.6 ഇൻറ്റു എസ് ഇങ്ങോട്ട് വരുമ്പോൾ +19.6 ഇൻറ്റു എസ് നൗ ഇസ് ഈക്വൽ ടു 400. അപ്പോൾ എസ് ഈക്വൽസ് 400 ഡിവൈഡഡ് ബൈ 19.6. കാൽക്കുലേറ്റർ അടിച്ചാൽ കിട്ടൂലേ? സിമ്പിൾ. ഇതിപ്പോൾ G10 എടുക്കണമെങ്കിൽ 400/10. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 400/10 അല്ലടാ, 19.6ന് പകരം 2 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 20. അപ്പോൾ ഇവിടെയൊക്കെ 20 എന്ന് വരും. അപ്പോൾ 400 ഡിവൈഡഡ് ബൈ 20 എന്ന് വരും. 0 കട്ട് ചെയ്താൽ 40/2 എന്ന് പറയുമ്പോൾ 20 മീറ്റർ എന്ന് ആൻസർ കിട്ടും. 19.6 ആണെങ്കിൽ ഞാൻ കാൽക്കുലേറ്റർ ഇപ്പോൾ കയ്യിലില്ലാത്തത് കൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഏകദേശം ഇതിനേക്കാൾ അല്പം കൂടി വലിയൊരു വാല്യൂ കിട്ടും. ഓക്കെ, ഇത് 20 ആണ്, അതിന് 20യേക്കാൾ അല്പം കൂടി വലുതായിരിക്കും. അപ്പോൾ എത്ര ഹൈറ്റിലേക്ക് പൊങ്ങുമെന്ന് വെച്ചാൽ ഇവിടുന്ന് പൊങ്ങണ ഉയരമാണ് ഇപ്പോൾ 20 എന്ന് കിട്ടിയത് G10 എടുക്കുമ്പോൾ കേട്ടോ. ഓക്കെ, അപ്പോൾ ആകെ ഈ എറിഞ്ഞ പോയിന്റിലേക്കുള്ള ഉയരം 25 മീറ്ററാണ്. ആ 25 മീറ്ററിന് പിന്നൊരു 20 കൂടി ഉണ്ട്. അപ്പോൾ മൊത്തം എത്ര ഹൈറ്റിലേക്ക് പൊങ്ങി? 25 + 20 എത്ര പറ? 45 മീറ്റർ ഹൈറ്റിലേക്ക് പൊങ്ങിയിട്ടുണ്ട്. 45 മീറ്റർ ഹൈറ്റ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി ചെയ്യാൻ വേണ്ടി ഒരു പേജ് കൂടി എടുക്കാം. എത്ര ടൈം ഈ ബോൾ എയറിലുണ്ടാകും എന്നതാണ് അടുത്ത ചോദ്യം. എത്ര ടൈം ഉണ്ടാകും? ഓക്കെ, എത്ര ടൈം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ നമുക്കവിടെ S = ut + ½ at² എന്ന ഇക്വേഷൻ വെച്ച് ചെയ്യാം. എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ബോൾ മേലോട്ടെറിഞ്ഞ് താഴെ വീണാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് -h ആയിരിക്കും. മൈനസ് എടുക്കാൻ കാരണം താഴോട്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. 25 മീറ്റർ ഹൈറ്റ്. എറിഞ്ഞ വെലോസിറ്റി 20 ആയിരുന്നു. 20 ഇൻറ്റു ടി. ഓക്കെ, -½ ഇൻറ്റു എ എന്നുള്ള എങ്ങനെ പ്ലസ് കഴിഞ്ഞ് a-g ആയതാണ്. ഞാൻ -10 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ മൈനസ് വരുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യം ഇവിടെ മൈനസ് ആക്കിയത്. ഓക്കെ, ഞാൻ എളുപ്പത്തിന് വേണ്ടി കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജിയുടെ വാല്യൂ 10 എടുക്കുക കേട്ടോ. 9.8 എടുത്ത് ചെയ്ത് നോക്കണം നിങ്ങൾ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ 20 ഇൻറ്റു ടി മൈനസ് പ്ലസ് ഇൻറ്റു മൈനസ് 2ഉം 10ഉം കട്ട് ചെയ്താൽ 5 ആയില്ലേ? 5t² ഇസ് ഈക്വൽ ടു -25. നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ രൂപത്തിലേക്ക് മാറ്റാം. -5t² ഇങ്ങോട്ട് വരുമ്പോൾ 5t², 20t ഇങ്ങോട്ട് വരുമ്പോൾ -20t. ഓക്കെ, ഇനി ഇവിടെ ഓൾറെഡി -25 ഉണ്ട്, ഈക്വൽ ടു 0. എല്ലാ ടേമിനെയും 5 വെച്ച് കട്ട് ചെയ്താൽ t² - 4t - 5 = 0. ഓക്കെ, നോക്കണം. നമ്മൾ ഈ രീതിയിലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുമ്പോൾ ഇവിടെ ഈ സെക്കൻഡ് ഡിഗ്രി t² കോഎഫിഷ്യൻറ്റ് 1 ആണ്. അപ്പോൾ നമുക്ക് ടിയുടെ വാല്യൂ കിട്ടാൻ എളുപ്പമാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ.
ടി മൈനസ് 5 ഇൻറ്റു കമ്പോണൻസ് ആക്കുകയാണ് ടി മൈനസ് 5 ഇൻറ്റു ടി പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. അതായത് ഈ രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ -5 കിട്ടണം, ആഡ് ചെയ്താൽ -4 കിട്ടണം. ആ രീതിയിലുള്ള രണ്ട് നമ്പറുകൾ, ഒന്ന് -5 ഒന്ന് +1 അല്ലേ. മൾട്ടിപ്ലൈ ചെയ്താൽ -5, ആഡ് ചെയ്താൽ -4. ആ രണ്ട് നമ്പറുകൾ എടുത്തിട്ട് അത് ടിയുടെ കൂടെ ആഡ് ചെയ്തിട്ട് എഴുതിയാൽ കമ്പോണൻസ് ആയി. ഓക്കെ, അപ്പോൾ ഫാക്ടേഴ്സ് ആയി, കമ്പോണൻസ് അല്ല ഫാക്ടേഴ്സ് ആയി. ടി -5 ഇത് സോൾവ് ചെയ്യാനുള്ള എളുപ്പവഴി പറഞ്ഞതാണ്, മാത്സിൽ പഠിച്ചിട്ടും ചെറിയ ക്ലാസ്സുകളിൽ. ഓക്കെ, ടി -5 ഇൻറ്റു ടി പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഒന്നുകിൽ ടി -5 0, അതല്ലെങ്കിൽ ടി പ്ലസ് 1 ഈക്വൽ 0. ഇങ്ങനെയാണെങ്കിൽ ടി ഇസ് ഈക്വൽ ടു 5 സെക്കൻഡ് എന്ന് കിട്ടും. ഇങ്ങനെ ആകുമ്പോൾ ടി ഇസ് ഈക്വൽ ടു -1. പക്ഷെ ടൈം ഒരിക്കലും ഇങ്ങനെ നെഗറ്റീവായി വരില്ല. മോഷൻ സ്റ്റാർട്ട് ചെയ്ത ടൈം 0 ടൈമാണെങ്കിൽ പിന്നെ നെഗറ്റീവ് ടൈമിന് അവിടെ സിഗ്നിഫിക്കൻസ് ഇല്ല, അവിടെ എന്താ പറയുക, അവരുടെ മീനിങ് ഇല്ല. അതുകൊണ്ട് തന്നെ ആൻസർ ഏതാ പറയുക 5 സെക്കൻഡ്സ്. അപ്പോൾ ഈ ബോൾ പൊങ്ങി താഴാൻ 5 സെക്കൻഡ് സമയം എടുക്കും. സോ ഇക്വേഷൻസ് ഓഫ് മോഷൻ വെച്ച് ഇതുപോലെയുള്ള വേറെയും പ്രോബ്ലങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ മുഴുവൻ ടോപ്പിക്കുകൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. കുറച്ചുകൂടി ന്യൂമറിക്കൽ പ്രോബ്ലംസ് നിങ്ങൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ വെച്ച് ചെയ്ത് പഠിക്കണം. അപ്പോൾ ആദ്യത്തെ ഏരിയ 5 ടേമുകൾ, അടുത്ത ഏരിയ എക്സ് ടി വി ടി എ ടി ഗ്രാഫുകൾ, അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഏരിയ ഇക്വേഷൻസ് ഓഫ് മോഷൻ, അത് വെച്ചിട്ടുള്ള ആ ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ ഡെറിവേഷനും അത് ഉപയോഗിച്ചുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസും. ഓക്കെ, എല്ലാ ഏരിയയും വൃത്തിയായി പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു ആൾ.